നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കുട്ടികളുടെ പ്രത്യേകമായി ഉണ്ടാകുന്ന ലേണിംഗ് ഡിസബിലിറ്റികൾ, പഠന വൈകല്യങ്ങളെ കുറിച്ചാണ്. പഠന വൈകല്യങ്ങളെ കുറിച്ച് നമ്മൾ പറയാനുണ്ടായ കാരണം കുട്ടികളുടെ വളർച്ചയിൽ ഇന്ന് കാണുന്ന സ്കൂളുകളിലെ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായി അവർക്ക് സംഭവിക്കുന്നതായ പ്രശ്നങ്ങളെ നേരിടുന്നതിന് വേണ്ടിയിട്ടാണ്. അതിന് ആദ്യമായിട്ട് നമ്മൾ പഠിച്ച ഒരെണ്ണം ഡിസ്ലെക്സിയ. ഡിസ്ലെക്സിയ എന്ന് വെച്ചാൽ ലെറ്റേഴ്സുമായിട്ടുള്ള അല്ലെങ്കിൽ റീഡിങ്ങിന് ഉണ്ടാകുന്ന പ്രശ്നമാണ്. എഴുതുക, ഒരു സംഗതി എഴുതുന്നതിനുണ്ടാകുന്ന വ്യത്യാസം, സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടാകുക, തലതിരിച്ച് എഴുതുക, അല്ലെങ്കിൽ വായിക്കുമ്പം അവർ കാണുന്ന ലെറ്ററിനെ അനുസരിച്ച് നമ്മൾ പ്രൊനൗൺസ് ചെയ്യുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടുണ്ടാകണമെന്നില്ല, അല്ലെങ്കിൽ കേൾക്കുന്നതനുസരിച്ച് നമ്മൾ എഴുതി വെക്കുക, സ്പെല്ലിങ് നോക്കുക, അല്ലെങ്കിൽ വ്യക്തമായിട്ടൊരു വലിയൊരു എസ്സേ നമ്മൾക്ക് എഴുതാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ വായിക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ലൈൻ വിട്ടുപോവുക, അല്ലെങ്കിൽ വാക്കുകൾ വിട്ടുപോവുക, അങ്ങനെ വായിക്കുന്ന ഒരെണ്ണമാണ് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. പിന്നെ ഡിസ്ഗ്രാഫിയ, അത് മെയിൻലി റൈറ്റിങ്ങിലാണ് വരുന്നത്. ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് ആദ്യത്തെ ലെറ്റേഴ്സിനകത്തും റീഡിങ്ങിനകത്താണ് വരുന്നത്. ഇത് പ്രത്യേകത ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത് ലെറ്ററും വരയ്ക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കകത്ത് പ്രത്യേക ഒരു സ്ട്രക്ചറിൽ കുട്ടികൾക്ക് വരയ്ക്കാൻ പറ്റാതെ വരിക, ലെറ്ററുകൾ എഴുതാൻ പറ്റാതെ വരിക, അല്ലെങ്കിൽ പ്രത്യേക വേർഡുകൾ നമുക്ക് എഴുതാൻ പറ്റാതെ വരിക, അങ്ങനെ വരുന്നതാണ് നമ്മൾ ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്നത്. പിന്നെ ഡിസ്കാൽക്കുലിയ മെയിൻലി വിത്ത് മാത്തമാറ്റിക്സിനാണ്. കണക്ക് കൂട്ടുക, കുറയ്ക്കുക. അപ്പോൾ വലിയ സംഖ്യയിൽ നമ്മൾ വലിയ സംഖ്യയിൽ നിന്ന് ചെറിയ സംഖ്യ കുറയ്ക്കാൻ ചിലപ്പോൾ പ്രശ്നമുണ്ട്. ചിലപ്പോൾ ചെറിയ സംഖ്യയിൽ നിന്ന് വലിയ സംഖ്യ കുറയ്ക്കാൻ പറയുമ്പോൾ, അതായത് നമ്മൾ ഉദാഹരണത്തിന് 235 നിന്ന് 149 കുറയ്ക്കാൻ പറയും. കാരണം ഈ 9ഉം 5ഉം 9ഉം തമ്മിൽ കുറയ്ക്കുക. അത് 5 നിന്ന് 9 കുറയ്ക്കാൻ അറിയില്ല. അത് ശരിക്കും പറഞ്ഞാൽ അവർ 4 തന്നെ എഴുതി വെക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് വലിയ സംഖ്യയിൽ നിന്ന് ചെറിയത് കുറയ്ക്കുന്നതായിട്ടാണ് വരിക. പിന്നെ എഴുതുമ്പോൾ ലെറ്റേഴ്സ് വ്യത്യാസം വരിക. ഒരിടത്ത് 396 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരെടുത്ത് 636 633 അങ്ങനെയൊക്കെ നമ്മൾ എഴുതി. തലതിരിച്ച് നമ്പറുകൾ എഴുതുക, 9 എന്ന് പറഞ്ഞാൽ 6 എഴുതുക, 6ന് പേര് 9 എഴുതുക, അങ്ങനെയൊക്കെയുള്ള സംഗതികൾ വരിക. അങ്ങനെ വരുന്നതാണ് നമ്മൾ ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്നത്. ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത് ഇനബിലിറ്റി ടു പ്ലാനിങ്, ഏതെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ചെയ്യുക, മോട്ടോർ ആക്ടിവിറ്റീസിനകത്ത് പ്രശ്നമുണ്ട്, അതാണ് ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. ഒരു കാര്യം പ്ലാൻ ചെയ്ത് ചെയ്യുക എന്ന് പറഞ്ഞ കുട്ടികൾക്ക് ഉണ്ടാകുകയില്ല. പിന്നെ കംപ്ലീറ്റിംഗ് മസ്കുലർ, എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യാനായിട്ട് നമ്മൾ പറയുമ്പോൾ ആ ടാസ്ക് നമുക്ക് അവർക്ക് പൂർത്തിയാക്കാൻ പറ്റില്ല, എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റില്ല, എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുക, അതിനാണ് നമ്മൾ ഡിസ്പ്രാക്സിയ എന്ന് പറയുന്നത്. പിന്നെ നോൺ വെർബൽ ലേണിംഗ് ഡിസബിലിറ്റി, അത് എന്തെങ്കിലും വെർബ് അങ്ങനെയുള്ള കാര്യങ്ങൾ അത് എഴുതിയിട്ട് നമ്മൾ പറയുക. ചിലപ്പോൾ അതിൻ്റെ ഗ്രാമാറ്റിക്കൽ എറേഴ്സ് വരിക, അല്ലെങ്കിൽ അത് എന്താണെന്ന് മനസ്സിലാകാതിരിക്കുക, അല്ലെങ്കിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റാതെ, റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാതെ വരും. ചില കാര്യങ്ങൾ അതിൻ്റെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുക, അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റുക, അതാണ് നോൺ വെർബൽ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സാധാരണഗതിയിൽ കുട്ടികൾ നമ്മൾ സ്കൂളിൽ കണ്ടുവരുന്നതായ പ്രശ്നങ്ങൾ. ഒന്ന് ഡിസ്ലെക്സിയ എന്ന് പറയുന്നത് മെയിൻലി നമ്മൾ വിത്ത് ലെറ്റേഴ്സാണ്. ദെൻ ഡിസ്ഗ്രാഫിയ റൈറ്റിങ്ങിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഡിസ്കാൽക്കുലിയ മാത്തമാറ്റിക്സിനകത്തുള്ള പ്രശ്നമാണ്. പിന്നെ വരുന്ന ഡിസ്പ്രാക്സിയ ഇൻഎബിലിറ്റി ടു പ്ലാനിങ്, എന്തെങ്കിലും പ്ലാൻ ചെയ്ത് ചെയ്യാനായിട്ടുള്ള കുട്ടികളാണ്. അതിനാണ് ഡിസ്പ്രാക്സിയ. നോൺ വെർബൽ ലേണിംഗ് ഡിസബിലിറ്റി. പിന്നെ കുട്ടികളുണ്ടാകുന്ന ഒരു പ്രശ്നം അവരുടെ ഐക്യുമായിട്ട് റിലേറ്റഡാണ്. ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ എബിലിറ്റി ടു ഡു സംതിങ് ആണ്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്റലിജൻസ് ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ തിങ്ക് റാഷണലി, ആക്ട് പർപ്പസ്ഫുള്ളി ആൻഡ് ഡീൽ എഫക്റ്റീവ്ലി. ഏതെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ആ ആളുടെ തിങ്ക് റാഷണലി, ആ കാര്യത്തിൻ്റെ കാര്യകാരണ സംഗതം, ഇത് ഇന്നത് കൊണ്ടാണ് സംഭവിച്ചത്, ഇങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇന്നതാണ് എന്ന് പറയാനായിട്ടുള്ള ഒരു കഴിവ് ഏതെങ്കിലും സംഗതി. എബിലിറ്റി ടു തിങ്ക് റാഷണലി, ആക്ട് പർപ്പസ്ഫുള്ളി, ചെയ്യുന്ന കാര്യത്തിന് എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടാകണം. അത് മാത്രം പോരാ, ചെയ്യുന്ന കാര്യങ്ങൾക്ക് അതിന് എന്തെങ്കിലും റിസൾട്ട് ഉണ്ടാകണം. ഒരു ആക്ട് പർപ്പസ്ഫുള്ളി ആയിരിക്കും, ചെയ്യുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒരു റീസൺ വെച്ചുകൊണ്ടായിരിക്കണം, അതിന് ഫലവും ഉണ്ടാകണം. അപ്പം എബിലിറ്റി ഓഫ് എ പേഴ്സൺ തിങ്ക് റാഷണലി, ആക്ട് പർപ്പസ്ഫുള്ളി ആൻഡ് ഡീൽ എഫക്റ്റീവ്ലി, ഇതാണ് ഇൻ്റലിജൻസ് പറയുന്നത്. സാധാരണ എല്ലാവരും ഒരു കുട്ടികളെ പരീക്ഷയ്ക്ക് പാസ്സാകുന്നുണ്ടല്ലോ, അപ്പോൾ അവന് ബുദ്ധിയുണ്ട്, അല്ലെങ്കിൽ അവന് മാത്തമാറ്റിക്സിൽ നല്ല മാർക്ക് വാങ്ങിച്ചു അവന് ബുദ്ധിയുണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നല്ലപോലെ ഉണ്ട്, അല്ല നല്ലപോലെ വായിക്കും, നല്ലപോലെ സംസാരിക്കും, ഇതാണ് ബുദ്ധി എന്ന് പറയുന്നതുകൊണ്ട്. പക്ഷെ അതല്ല ബുദ്ധി. സാധാരണ രീതിയിൽ നമ്മൾ പരീക്ഷ എന്ന് പറയുന്ന സംഗതിയിൽ പരീക്ഷയ്ക്ക് പാസ്സാകുന്ന മെമ്മറിയിൽ നിന്ന് നമുക്ക് പാസ്സാക്കാം, അതിൻ്റെ അർത്ഥം അറിഞ്ഞ് എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതേസമയം
ഇന്റലിജൻസ് പറയുന്ന അവനെ ചെയ്യുന്ന കാര്യങ്ങൾക്ക് റാഷണലായിട്ട് തിങ്ക് ചെയ്യാൻ സാധിക്കണം, കാര്യകാരണ സഹിതം തിങ്ക് ചെയ്യാൻ സാധിക്കണം. അതുപോലെ തന്നെ ആ ചെയ്യുന്ന എന്തെങ്കിലും ഒരു ലക്ഷ്യമുണ്ടായിട്ട് പർപ്പസ് ഉണ്ടായിരിക്കണം. പർപ്പസ് മാത്രം പോരാ, അതിനെ എഫക്റ്റീവ്ലി ഡീൽ ചെയ്യാൻ പറ്റണം. അപ്പം അതാണ് ഇന്റലിജൻസ്. അപ്പം ഇന്റലിജൻസ് പറയുന്നത്, ഇപ്പം ഇന്റലിജൻസ് എപ്പോഴും പറയും ഇന്റലിജൻസ് കോഷ്യൻ്റോടെ പറയും. ഇന്റലിജൻസ് കോഷ്യനിലാണ് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇന്റലിജൻസ് കോഷ്യൻ ഇറ്റ്സ് എ ഡിജിറ്റ്സ്, ഒരു നമ്പറാണ്. അത് മെൻ്റൽ ഏജും ക്രോണോളജിക്കൽ ഏജും തമ്മിലുള്ള റേഷ്യോ ആണ്. ദാറ്റ് ഇസ് ഇക്വൽ ടു IQ ഈസ് ഇക്വൽ ടു MA. MA എന്ന് പറയുന്നത് മെൻ്റൽ ഏജ് ആണ്, ഡിവൈഡ് ബൈ CA. എന്ന ക്രോണോളജിക്കൽ ഏജ് ആണ്, ഇൻറ്റു 100. ഇതൊരു ഡിജിറ്റ്, ഈ നമ്പർ കിട്ടി. ഇതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ IQവിനെ ഡിഫൈൻ ചെയ്യുക, ഇന്റലിജൻസ് കോഷ്യൻ. അപ്പം ഇന്റലിജൻസ് എപ്പോഴും ഇന്റലിജൻസ് മാത്രമേ എഴുതിയാൽ പറ്റും, ഇന്റലിജൻസ് കോഷ്യൻ കൂടെ എഴുതണം. അതിനകത്ത് മെൻ്റൽ ഏജ് എന്ന് പറയുന്നത് നമ്മൾ സൈക്കോളജിക്കൽ ടെസ്റ്റ് കൊണ്ട് കണ്ടുപിടിക്കുന്നതാണ്. അത് കണ്ടുപിടിക്കാൻ ഒരു കുട്ടി 5 വയസ്സായി, 5 വയസ്സിൻ്റെ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ, 12 വയസ്സായി, 12 കുട്ടികളുടെ മാനസികമായ വളർച്ച അവനുണ്ടോ, അത് സൈക്കോളജിക്കൽ ടെസ്റ്റിൽ നിന്നാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുന്നത് CA എന്ന് പറയുന്നത് അവരുടെ യഥാർത്ഥത്തിലുള്ള ഏജാണ്. അപ്പം അതായത് 15 വയസ്സിൻ്റെ 15 വയസ്സ്, 8 വയസ്സിൻ്റെ 8 വയസ്സ്. അപ്പം മെൻ്റൽ ഏജ് നമ്മൾ സൈക്കോളജിക്കലായിട്ട് കണ്ടുപിടിക്കും, അത് ക്രോണോളജിക്കൽ ഏജ് കൊണ്ട് ആയിരിക്കും അതിൻ്റെ റേഷ്യോ കാണുക. അപ്പം MA മെൻ്റൽ ഏജ് സൈക്കോളജിക്കലി കണ്ടുപിടിക്കാം, ക്രോണോളജിക്കലി യഥാർത്ഥത്തിലുള്ള ഏജ് ഇൻറ്റു 100. ഇറ്റ്സ് എ നമ്പർ. ആ ഡിജിറ്റ് വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. അത് 140 എബോവ് ആണെങ്കിൽ, IQ 140 എബോവ് ആണ്, ദാറ്റ് ഇസ് കോൾഡ് ഗിഫ്റ്റഡ് ചൈൽഡ്. ആ ഗിഫ്റ്റഡ് ചൈൽഡിന് നമ്മളിപ്പോൾ ധാരാളം കാര്യങ്ങൾ ഇന്ത്യ ഗവൺമെൻറ് ഒക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടതായ സഹായങ്ങൾ ചെയ്യുക, അവരെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് മാത്തമാറ്റിക്സിന് അവാർഡ് കൊടുക്കുക, അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക് അവാർഡ് കൊടുക്കുക. അങ്ങനെ ഗിഫ്റ്റഡ് ചൈൽഡിനെ പ്രോത്സാഹിപ്പിക്കാൻ ധാരാളം പദ്ധതികൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ്റും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സും എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഒക്കെ ഗിഫ്റ്റഡ് ചൈൽഡിനെ ഹെൽപ്പ് ചെയ്യാനായിട്ടുണ്ട്. ഞാനിത് ഗിഫ്റ്റഡ് ചൈൽഡ് എടുത്ത് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഗിഫ്റ്റഡ് ചൈൽഡ് എന്ന് പറയുമ്പം പരീക്ഷയ്ക്ക് പല കുട്ടികളും എഴുതി വെക്കുന്നതെന്ന് വെച്ചാൽ, കുട്ടികളുടെ അച്ഛന് പണമുണ്ടായിരുന്നു, അല്ലെങ്കിൽ പൈസ ഉണ്ടായിരുന്നു, അല്ലെ പഠിക്കാൻ സ്നേഹമുള്ള അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. ഇത് നമ്മൾ പറയുന്ന പരീക്ഷയ്ക്ക് പലപ്പോഴും നമ്മൾ ഇങ്ങനെയുള്ളതായ ഉത്തരങ്ങളാണ് നമ്മൾ. ഇതല്ല ഗിഫ്റ്റഡ് ചൈൽഡ്. ഗിഫ്റ്റഡ് ചൈൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ഇൻ്റലിജൻസ് വെച്ചാണ്. IQ 140 എബോവ് ഉള്ള കുട്ടികളാണ് നമ്മൾ ഗിഫ്റ്റഡ് ചൈൽഡ് എന്ന് പറയുന്നത്. അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും, ക്രിയേറ്റിവിറ്റി ഭയങ്കര കൂടുതലായിരിക്കും, മിക്കവാറും എല്ലാ കാര്യങ്ങളും അവന് നന്നായിട്ട് ചെയ്യാൻ സാധിക്കും, അവൻ്റെ തിങ്കിങ് ലെവൽ വ്യത്യാസമുണ്ടായിരിക്കും, ക്രിയേറ്റീവ് ആയിരിക്കും. ഇതെല്ലാം കൂടെ കൂടിയിട്ടാണ് നമ്മൾ ആളുടെ IQവിനെ കുറിച്ച് നമ്മൾ പറയുന്നത്, അവൻ്റെ ഗിഫ്റ്റഡ് ചൈൽഡ് എന്ന് പറയുന്നത്. ഇനി IQ 120, ബിറ്റ്വീൻ 120, 120 മുതൽ 140 വരെയാണെങ്കിൽ, 139 വരെയാണ് നമ്മളതിനുവേണ്ടി ജീനിയസ് ആണ്. അവൻ്റെ ബുദ്ധി അത്രയുണ്ട്. ഇനി ഇത് ഏതെങ്കിലും 90, സാധാരണ ഒരാളെ എന്ന് പറയുന്നത് 90 മുതൽ 110 വരെ ആവറേജ് ഇൻ്റലിജൻസ് പറയുന്നത്. ഒരാൾ സാധാരണക്കാരൻ്റെ എന്ന് പറഞ്ഞാൽ 90 മുതൽ 110 വരെയാണ്. 70 മുതൽ 90 വരെയുള്ളത് ബോർഡർ ലൈൻ എന്നാണ് നമ്മൾ പറയുന്നത്. ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയില്ല. അത് എങ്ങോട്ട് പോകുന്നു അനുസരിച്ചിരിക്കും നമ്മൾ കൂടുതൽ അവൻ്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുക. ഇനി 70 താഴെയാന്നിരിക്കുക, ദാറ്റ് ഇസ് കോൾഡ് മെൻ്റലി ചലഞ്ച്ഡ് ഓർ മെൻ്റലി റിട്ടാർഡഡ് ഓർ സബ് നോർമൽ. അപ്പോൾ പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് മെൻ്റലി റിട്ടാർഡ് എന്നായിരിക്കില്ല, മെൻ്റലി ചലഞ്ച് ഓർ സബ് നോർമൽ എന്നായിരിക്കും നമ്മൾ ഉപയോഗിക്കുക. അപ്പോൾ സബ് നോർമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IQവിൽ 70 താഴെ വരിക. അപ്പോൾ 70 താഴെ വന്നു കഴിഞ്ഞാൽ അതിന് 4 ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ മൈൽഡ്. മൈൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 55 മുതൽ 70 വരെ IQ അല്ല. IQ നമ്മൾ ആദ്യം പറഞ്ഞ് കണ്ടുപിടിക്കുന്നത് എങ്ങനെ, മെൻ്റൽ ഏജ് ഡിവൈഡ് ബൈ ക്രോണോളജി 100. അപ്പം 55 മുതൽ 70 വരെ IQ ആണെങ്കിൽ അത് മൈൽഡ് റിട്ടാർഡേഷൻ. മനസ്സിലാക്കണം, റിട്ടാർഡേഷൻ 4 കാറ്റഗറി തിരിച്ചിട്ടുണ്ട്, 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ മൈൽഡാണ്. മൈൽഡ് എന്ന് പറഞ്ഞാൽ IQ ലെവൽ 55 മുതൽ 70 വരെയുള്ളത് നമ്മൾ മൈൽഡ് റിട്ടാർഡേഷൻ. ഇനി അത് 35 മുതൽ 54 വരെയാണെങ്കിൽ മോഡറേറ്റ് റിട്ടാർഡേഷൻ. 25 മുതൽ 34 വരെയാണെങ്കിൽ അതിന് സിവിയർ റിട്ടാർഡേഷനും, 25 താഴെയാണെങ്കിൽ അതിന് പ്രൊഫൗണ്ട് എന്നാണ് പറയുന്നത്. അപ്പം ഇവരുടെ ക്യാരക്ടർ നോക്കാം, സ്വഭാവങ്ങൾ എന്താണെന്ന് നോക്കാം. അപ്പം IQ മൈൽഡാണെങ്കിൽ ഇൻ്റലിജൻസ് ലെവൽ 55-നും 70-നും ഇടയ്ക്കാണെങ്കിൽ അവർക്ക് സോഷ്യലൈസേഷൻ കുഴപ്പമുണ്ടാവില്ല. ക്യാരക്ടറിസ്റ്റിക്സ് എപ്പോഴും ഇത് പറയുമ്പോൾ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കണം. അങ്ങനെയും കൂടെ നമ്മൾ IQ ലെവലിനകത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവർ സോഷ്യലൈസേഷൻ കുഴപ്പമുണ്ടാവില്ല. അക്കൗണ്ടിങ്, കണക്കിൽ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകാം. പിന്നെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന സംഗതി സ്കിൽഡ് വർക്ക് ചെയ്യാനാണ്. അപ്പോഴും പല സ്കിൽഡ് വർക്ക് അവർക്ക് തന്നെത്താൻ ചെയ്യാൻ പറ്റുകയില്ല. ദേ നീഡ്
ഹെൽപ്പ്, സൂപ്പർവിഷൻ വേണം. അപ്പം അവർ സോഷ്യലൈസേഷൻ നല്ലതാണ്, മൈൽഡ് റിട്ടാർഡേഷൻ. സോഷ്യലൈസേഷൻ കുഴപ്പമില്ല, അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും. അക്കൗണ്ടിങ്ങിൽ അവർക്ക് പ്രശ്നമുണ്ടാകാം, സ്കിൽഡ് വർക്കിൽ പ്രശ്നമുണ്ടാകാം, അവർക്ക് സൂപ്പർവിഷൻ വേണ്ടി വരും. എല്ലാത്തിനും വേണ്ടി ചില സ്കിൽഡ് വർക്കുണ്ട്. അടുത്ത് നമ്മൾ പറയുന്നത് മോഡറേറ്റ് ആണ്. മോഡറേറ്റ് എന്ന് പറയുമ്പം 35 മുതൽ 54 വരെ ഐക്യു ഉള്ളവരാണ് നമ്മൾ മോഡറേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവരെ സോഷ്യലൈസേഷൻ വലിയ കുഴപ്പമുണ്ടാവില്ല, പക്ഷെ കൗണ്ടിങ് മാത്തമാറ്റിക്സിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാകും. സ്കിൽഡ് വർക്ക് ചെയ്യാനായിട്ട് അവർക്ക് എപ്പോഴും സപ്പോർട്ട് വേണ്ടി വരും, സൂപ്പർവിഷൻ വേണ്ടി വരും, അല്ലാതെ ചെയ്യാൻ പറ്റില്ല. ഏത് സ്കിൽഡ് വർക്ക് ചെയ്യണമെങ്കിലും അവർക്ക് സൂപ്പർവിഷൻ വേണ്ടി വരും. ഇനി സിവിയർ എന്ന് പറയുന്നത് ഐക്യുവിൽ 25 മുതൽ 34 വരെയുള്ളതാണ്. ഐക്യു ലെവലാണെങ്കിൽ അത് സിവിയർ റിട്ടാർഡേഷൻ. സിവിയർ റിട്ടാർഡേഷൻ എന്ന് പറയുമ്പോൾ അവർക്ക് സ്വന്തം കാര്യങ്ങൾ പോലും പലതും ചെയ്യാൻ സാധിക്കില്ല, പക്ഷെ അവർക്ക് നമുക്ക് പല കാര്യങ്ങളും ട്രെയിൻ ചെയ്തെടുക്കാം, സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ അവരെ ട്രെയിൻ ചെയ്തെടുക്കാം. സോഷ്യലൈസേഷൻ ആവറേജോ ബിലോ ആവറേജോ ആയിരിക്കും, എന്ന് വെച്ചാൽ നല്ലതായിരിക്കുക. പല കാര്യങ്ങളും അവർക്ക് കമ്മ്യൂണിക്കേഷൻ പ്രശ്നം ഉണ്ടാകാം, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രശ്നം ഉണ്ടാകും, തന്നെത്താൻ ചെയ്യാനുള്ള പ്രശ്നങ്ങളുണ്ടാകും. അപ്പോൾ സോഷ്യലൈസേഷൻ പൊതുവേ കുറവായിരിക്കും. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ പ്രൊഫൗണ്ടാണ്. 25 താഴെ ഐക്യു ഉള്ളതാണ്. സാധാരണഗതിയിൽ നമ്മൾ മെൻ്റലി ചലഞ്ച് പറഞ്ഞ സാധാരണ ജനങ്ങളുടെ ഉള്ള ഇതെന്ന് പറയുന്നത് ഈ ലെവലിലുള്ളതാണ്. അത് മോഡറേറ്റ് ആണ്. അവരുടെ ബംഗാളി ടൈപ്പ് ഒക്കെ ആയിരിക്കും. അത് ക്രോമോസോമൽ ഡിഫറൻസ് കൊണ്ടുണ്ടാകും, പല കാരണങ്ങൾ കൊണ്ടാകും. അവർക്ക് എല്ലാ കാര്യത്തിലും ഒരു ഹെൽപ്പ് വേണ്ടി വരും. ദേ ആർ നോട്ട് ഏബിൾ ടു ഡു ദെയർ ഓൺ തിങ്സ്. തന്നെത്താൻ കാര്യങ്ങൾ ചെയ്യാൻ അവർക്ക് പറ്റില്ല. ഇതാണ് ഐക്യു ലെവലിൽ ഉള്ളത്. അപ്പം ഇൻ്റലിജൻസ് ലെവലും നമ്മൾ മനസ്സിലാക്കണം, ഐക്യു മനസ്സിലാക്കണം. അപ്പം എപ്പോഴും ഇൻ്റലിജൻസ് ചോദിക്കുമ്പോൾ ഐക്യു എഴുതണം. ഐക്യു ചോദിക്കുമ്പോൾ ഇൻ്റലിജൻസിൻ്റെ ഡെഫിനേഷൻ കൊടുത്തിട്ട് എഴുതണം. അത് 140 എബോവ് ആണെങ്കിൽ, അത് 140 കൂടുതലാണെങ്കിൽ ജീനിയസ്, ഗിഫ്റ്റഡ് ചൈൽഡ്. 120 മുകളിലാണ്, 120 വരെ, 120 മുതൽ 140 വരെയാണെങ്കിൽ അതിന് ജീനിയസ്. 90 മുതൽ 110 വരെയാണെങ്കിൽ, 120 വരെയാണെങ്കിൽ നമ്മൾ പറയുന്നത് അത് ആവറേജ്. 70 മുതൽ 90 വരെയാണെങ്കിൽ ബോർഡർ ലൈൻ. 70 താഴെയുള്ളതാണെങ്കിൽ റിട്ടാർഡേഷൻ ഓർ മെൻ്റലി ചലഞ്ച്. മെൻ്റലി ചലഞ്ചിൽ 3 കാറ്റഗറി ഉണ്ട്: മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ആൻഡ് പ്രൊഫൗണ്ട്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ കഴിയുന്നത്. പിന്നെ ഡിഫറെൻറ്റ് സൈക്കോളജിക്കൽ ടെസ്റ്റ് എന്ന് വെച്ചാൽ ഇൻ്റലിജൻസ് ചെയ്യാനായിട്ടുള്ള പല സൈക്കോളജിക്കൽ ടെസ്റ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ സ്കൂൾ സൈക്കോളജിസ്റ്റ് നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ചാണ് ഇന്നലെ പറഞ്ഞത്. ഇനി നമ്മൾ പറയുന്നത് 2 തരത്തിലുള്ള ബിഹേവിയർ പ്രോബ്ലംസ് ആണ് കുട്ടികളുടെ വളർച്ചയിലുണ്ടാകുന്നത്. ഒന്ന് ഇൻ്റർണലൈസിങ് ബിഹേവിയർ പ്രോബ്ലം, ഒന്ന് എക്സ്റ്റേണലൈസിങ് ബിഹേവിയർ പ്രോബ്ലം. ഇൻ്റർണലൈസ് എന്ന് വെച്ചാൽ അവർ അകത്ത് അനുഭവിക്കുന്നത്, അവരിൽ ഉള്ളിലുണ്ടാകുന്നത്, നമുക്ക് പുറത്ത് നമുക്ക് കാണാൻ പറ്റില്ല, അവർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ. അത് ആദ്യം നമ്മൾ പറയുന്നത് ഡിപ്രഷനാണ്, വിഷാദം. വിഷാദം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും ധാരണ ഒരിടത്ത് പോയി കരഞ്ഞ് കൂടി ആൾക്കാരുമായിട്ട് വിട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഡിപ്രഷൻ അത് വേണമെന്ന് നിർബന്ധമില്ല. ഡിപ്രഷനെ സംബന്ധിച്ചിടത്തോളം പൊതുവേ സോഷ്യൽ വിഡ്രോവൽ ഉണ്ടാകാം, നെഗറ്റീവ് തോട്ട്സ് കൂടുതലുണ്ടാകാം, അവർക്ക് ക്രൈം നേച്ചേഴ്സ് ഉണ്ടാകും, എമോഷനെ കുറിച്ച് അവർക്ക് വൈകാരികമായ നിയന്ത്രണം അവർക്കുണ്ടാവില്ല. ഇപ്പോൾ ഡൾ ലുക്കായിരിക്കാം, ഐ ടു ഐ കോണ്ടാക്ട് കുറവായിരിക്കാം. നമ്മളിത് കണ്ടുപിടിക്കും. കാരണം പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടങ്ങളിൽ കുട്ടികളുടെ ഡിപ്രഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. പലർക്കും കുട്ടികൾക്ക് ഡിപ്രഷൻ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കില്ല. അവർ ചോദിക്കുന്നത് കുട്ടികൾക്ക് ഡിപ്രഷൻ ഉണ്ടാകുമോ, വിഷാദം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാകും. ഏത് കാറ്റഗറിയിലും ഉണ്ടാകും. കൊച്ചു കുട്ടികൾക്ക് ചൈൽഡ്ഹുഡ് ഡിപ്രഷൻ ഉണ്ടാകാം. അഡോളസൻസ് സമയത്ത് അഡോളസൻസ് ക്രൈസിസിൽ അവിടെ ഡിപ്രഷൻ ഉണ്ടാകാം. ഏജിൽ ഡിപ്രഷൻ ഉണ്ടാകാം. അപ്പോൾ ഇവിടെ നമ്മൾ കൂടുതലും സ്കൂൾ കുട്ടികളിലായിട്ടാണ് ഉള്ളത്. പല കാരണങ്ങൾ കൊണ്ടുണ്ടാകാം ഡിപ്രഷൻ. ഒന്ന്, പാരമ്പര്യമായിട്ട് വിഷാദമുള്ള ആൾക്കാർക്ക്, പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് വിഷാദമുണ്ടാകാം. സാഹചര്യങ്ങൾ കൊണ്ട്, സ്കൂളിലെ സ്ട്രെസ്സും സ്ട്രെയിനും കൊണ്ട് ഡിപ്രഷൻ ഉണ്ടാകാം. ചില സംഗതികൾ പഠിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളപ്പോൾ കുട്ടികളെ പഠിക്കാൻ നിർബന്ധിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകാം. പിയർ ഗ്രൂപ്പ്സ്, കുട്ടികളുമായിട്ട് ചേരാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് അവിടെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം കൊണ്ട് നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകാം. അപ്പോൾ പല കാരണങ്ങളാണ് ഡിപ്രഷൻ ഉണ്ടാകുന്നത്. ഈവൻ ന്യൂട്രീഷൻ ഉണ്ട്, നമ്മൾ വൈറ്റാമിനൊക്കെ ചേർന്ന് ആഹാരത്തിൻ്റെ കുറവ് കൊണ്ടുണ്ടാകാം. ഈവൻ അനീമിക് ആയിട്ടുള്ള കുട്ടികൾ നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകാം. തൈറോയ്ഡ് പ്രോബ്ലം കൊണ്ട് നമുക്ക് ഡിപ്രഷൻ ഉണ്ടാകാം. ഫിസിക്കൽ വേറെ പ്രോബ്ലം കൊണ്ട് ഡിപ്രഷൻ ഉണ്ടാകും. ധാരാളം കാരണങ്ങൾ ഡിപ്രഷൻ ഉണ്ടാകാനായിട്ടുണ്ട്. ഡിപ്രഷൻ്റെ ലക്ഷണം എന്ന് പറയുന്നത് കുട്ടി എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കണമെന്ന് മാത്രമായിരിക്കണമെന്നില്ല. അഗ്രഷൻ ഒരു ഡിപ്രഷൻ്റെ ലക്ഷണമാകാം. കുട്ടികൾ ഓവർ ആക്ടിങ് ആകുന്നത് ചിലപ്പോൾ ഡിപ്രഷൻ ആകാം. സോഷ്യൽ വിഡ്രോവൽ എന്ന് വെച്ചാൽ മറ്റുള്ളവരുമായിട്ട് ചേരാനായിട്ട്
താല്പര്യമില്ലാത്തത് ഡിപ്രഷനാകാം. അപ്പം വിഷാദം എന്ന് പറയുന്നത്, വിഷാദം എന്ന് പറയുന്നത് ഇന്ന് കുട്ടികളുടെ ഇടയ്ക്കുള്ള ഒരു പല രോഗങ്ങളിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന ഒരെണ്ണമാണ്. അത് കൊച്ചുകുട്ടികൾ മുതലുണ്ടാകാം, LKG ലെവലിലുണ്ടാകാം, ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഒരു 4ാം ക്ലാസ് വരെ ഉണ്ടാകാം, ലോവർ ഡിവിഷനുണ്ടാകാം, സെക്കൻഡറി ഡിവിഷനുണ്ടാകാം, ഹയർ സെക്കൻഡറി ഡിവിഷൻ ഉണ്ടാകാം. ഏത് ഡിവിഷനിൽ വേണമെങ്കിലും ഡിപ്രഷൻ ഉണ്ടാകാം. ഡിപ്രഷൻ വൺ ഓഫ് ദ മേജർ ഡിസീസാണ്. ഈ എന്തൊക്കെയാണ് ഡിപ്രഷൻ? സ്കൂൾ ആൻഡ് അക്കാഡമിക് റിലേറ്റഡ് ഇഷ്യൂസ് ആകാം. എന്തുകൊണ്ടാണ് കുട്ടികൾക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നത്? ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, സ്കൂളിലെ പ്രശ്നങ്ങൾ. ചില സ്കൂളുമായിട്ട് ചേരാൻ പറ്റാത്തത്, പിന്നെ നമുക്ക് പഠിക്കാൻ പറ്റാത്തത്, ഹൈപ്പർ ആക്ടിവിറ്റി ഒക്കെ ഉള്ള കുട്ടികൾക്ക് പഠിക്കാൻ വേണമെന്നില്ല, ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. സോ ഡിപ്രഷൻ ഉണ്ടാകുന്നതാണ് സ്കൂൾ ആൻഡ് അക്കാഡമിക് റിലേറ്റഡ് ഇഷ്യൂ. പിന്നെ ട്രബിൾ വിത്ത് PS, കൂട്ടുകാരുമായിട്ട് ചേരാൻ പറ്റാതെ പറ്റുക. പലപ്പോഴും ഈ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാകാം. കാരണം പല കൾച്ചറിൽ നിന്ന് വരുന്ന, പല സ്ഥലത്തു നിന്ന് വരുന്ന, പല ചിന്താഗതികളുള്ള, ഡിഫറെൻ്റ് ആയിട്ടുള്ള പാരൻസിൻ്റെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ടുള്ള, ഇങ്ങനെയുള്ളതാകുമ്പോൾ എപ്പോഴും പിയർ ഗ്രൂപ്പ്സുമായിട്ട്, അത് സ്വന്തം ഗ്രൂപ്പുകളുമായിട്ട് ചേരാൻ പറ്റാത്തത് കൊണ്ട് ചിലപ്പോൾ കുട്ടികൾക്ക് വിഷാദമുണ്ടാകാം. ഈ വിഷാദമുണ്ടായാൽ എന്തൊക്കെയാണ് നമ്മൾ കാണിക്കുക? സെൽഫ് ഹാമിങ് ആൻഡ് സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാകാം. അപ്പം ഡിപ്രഷൻ ഉള്ള കുട്ടികൾക്ക് ഇതുകൊണ്ട് ഡിപ്രഷൻ ഉണ്ടാകാം. ഡിപ്രഷൻ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഇതാകാം. ഡിപ്രഷൻ ഉണ്ടായ സ്കൂൾ ആൻഡ് അക്കാഡമിക് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാകും. നേരെ തിരിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. സ്കൂളിലും ഡിപ്രഷനുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പ്രശ്നം ഉണ്ടാകാം. കാരണം അഡ്ജസ്റ്റ്മെൻറ്റ് പ്രോബ്ലം ഉണ്ടാകും. ടീച്ചേഴ്സുമായിട്ട് ചേരാനുള്ള സ്കൂളിൽ അവൻ ട്രബിൾസം കുട്ടിയാകാം. പിന്നെ അക്കാഡമിക് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാകും. കാരണം പഠന വൈകല്യം ഉണ്ടാകാം, പഠിക്കാൻ പുറകോട്ട് പോകാം, ക്ലാസ്സിൽ പോകാനായിട്ട് പലപ്പോഴും നമ്മൾ കാണാറുണ്ട്. ഡിപ്രഷൻ വന്നിട്ട് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനായിട്ട് താല്പര്യമില്ലാതെ വരിക. പിന്നെ പിയർ ഗ്രൂപ്പ്സുമായിട്ട് പ്രശ്നം ഉണ്ടാകും. അവരെ നമ്മൾ ഉപദ്രവിക്കുക, അവരുമായിട്ട് ചേരാതെ വരിക, സ്റ്റീൽ ചെയ്യുക, സാധനങ്ങൾ മോഷ്ടിച്ചുകൊണ്ട് പോവുക, അല്ലെങ്കിൽ അവരുടെ സാധനങ്ങൾ നശിപ്പിക്കുക, അല്ലെങ്കിൽ കുട്ടികളെ ഉപദ്രവിക്കുക, ഇങ്ങനെ ഉണ്ടാകാം. പിന്നെ ഇതിലും കൂടുതലായിട്ട് നമ്മൾ കാണുന്ന ഡിപ്രഷനിൽ ഒരു പ്രശ്നം സെൽഫ് ഹാമിങ്, മുറിവുണ്ടാക്കുക, കയ്യിൽ മുറിവുണ്ടാക്കുക, ദേഹത്ത് മുറിവുണ്ടാക്കുക, ചിലപ്പം സാധനങ്ങൾ എടുത്ത് തലയ്ക്കേറ്റടിക്കുക. മുറിവുണ്ടാക്കണം നിർബന്ധമില്ല, നല്ല തന്നെ ഹാമിക്കുക, നമ്മളെ അടിക്കുക. പിന്നെ ദ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഈസ് സൂയിസൈഡ്. ഈ ഡിപ്രഷനുള്ള പലപ്പോഴും സ്കൂൾ കുട്ടികളിൽ നമ്മൾ സൂയിസൈഡ് ടെൻഡൻസി കാണാറുണ്ട്. സൂയിസൈഡ് ചെയ്തിട്ടുള്ള കേസുകൾ ധാരാളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്കൂളിലെ പരീക്ഷയ്ക്ക് തോറ്റുപോയി എന്ന് പറഞ്ഞ് സൂയിസൈഡ് ചെയ്തിട്ടുള്ള കുട്ടികളുണ്ട്. കുട്ടികളായിട്ട് ചേരാൻ പറ്റില്ല എന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ട് സൂയിസൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനും കൂടുതലായിട്ട് ഇപ്പം കാണുന്നൊരു പ്രശ്നം എന്ന് വെച്ചാൽ കുട്ടികൾ തമ്മിലുള്ള ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ്. അതായത് നമ്മൾ മൊബൈലൊക്കെ വന്നുകൊണ്ട്, നമ്മൾ ഇൻ്റർനെറ്റൊക്കെ വന്നുകൊണ്ട് കൂടുതലും കുട്ടികളുണ്ടാകുന്നതായ തെറ്റായ അല്ലെങ്കിൽ ശരിയായ ബന്ധങ്ങളല്ലാത്തത്. തെറ്റായെന്ന് പറഞ്ഞാൽ ശരിയായ ബന്ധങ്ങളല്ലാത്തത് കൊണ്ട്. തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, എല്ലാ ബന്ധങ്ങളും ശരി തന്നെയാണ്, തെറ്റല്ല. പക്ഷെ ശരിയായ ബന്ധങ്ങളില്ലാതെ വരുന്നത് കൊണ്ട് ചിലപ്പോൾ സൂയിസൈഡ് ടെൻഡൻസി കുട്ടികളിലുണ്ടാകാം. അപ്പം ബന്ധങ്ങളിൽ പ്രശ്നം വരുമ്പോഴത്തേക്ക് അവൻ്റെ മാനസികമായ എന്ത് വരിക, അങ്ങനെ വിഷാദം വരിക, വിഷാദത്തിൽ നിന്ന് സൂയിസൈഡ് ചെയ്യാൻ പോകും. അപ്പോൾ ഡിപ്രഷനകത്ത് 3 പ്രശ്നങ്ങളാണ് നമ്മൾ കാണുന്നത്. സ്കൂളിൽ പ്രശ്നം ഉണ്ടാക്കുക, അക്കാഡമിക്കലായിട്ട് പഠനത്തിന് പ്രശ്നം ഉണ്ടാകുക, കൂട്ടുകാരുമായിട്ട് ചേരാൻ പറ്റാതെ വരിക, സ്വന്തമായിട്ട് ഹാം ചെയ്യുക. ഇത് സ്വന്തമായിട്ട് മാത്രം മറ്റുള്ളവരെ ഹാം ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്. ദെൻ സൂയിസൈഡ്. ദെൻ അടുത്തതെന്ന് വെച്ചാൽ ആങ്സൈറ്റിയാണ്, ഉത്കണ്ഠ. ഉത്കണ്ഠ എന്ന് പറയുമ്പോൾ 2 രീതിയിൽ നമ്മൾ നോക്കണം. ഉത്കണ്ഠ എന്ന് പറയുന്നതും ഫിയർ തമ്മിലുള്ള വ്യത്യാസം നമ്മൾ പറഞ്ഞു. ആങ്സൈറ്റി എന്ന് വെച്ചാൽ എന്തെങ്കിലും നമുക്ക് വരും എന്നുള്ളത്, ഭാവിയിൽ വരും. എനിക്ക് ബസ്സിൽ കയറിയാൽ ബസ്സിന് അപകടം ഉണ്ടാകും, പരീക്ഷ എഴുതാൻ പേടി, പരീക്ഷ തോറ്റുപോകാം, പരീക്ഷയ്ക്ക് നല്ലപോലെ മാർക്ക് വാങ്ങിക്കാൻ പറ്റാതെ വരാം. അപ്പോൾ അത് റിയൽ സിറ്റുവേഷൻ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ നമുക്കുണ്ടാകുന്ന, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ അങ്ങനെ സംഭവിക്കാം എന്നുള്ളത് വരുമ്പോഴാണ് നമ്മൾ ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഈ ആങ്സൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു ജനറലൈസ് ഒരു സ്റ്റേജാണ്. നമ്മുടെ മനസ്സിൻ്റെ പ്രതികരണത്തിൻ്റെ ഒരു സംഗതിയാണ് ഉത്കണ്ഠ ഉണ്ടാകുക. പലപ്പോഴും ഉത്കണ്ഠയും പേടിയും ആയിട്ട് എപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. ഉത്കണ്ഠ ഉണ്ടാകാനുള്ള കാരണങ്ങൾ സിറ്റുവേഷൻസ് ആകാം, ആദ്യം തന്നെ പറഞ്ഞ പോലെ ഹോർമോണൽ ഡെഫിഷ്യൻസീസ് ആകാം, അതല്ലാതെ മറ്റ് പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകാം, പഠനത്തിനുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ഉണ്ടാകാം, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അച്ഛനും അമ്മയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ആങ്സൈറ്റി ഉണ്ടാകാനുള്ള കാര്യങ്ങളുണ്ട്. ഇത് കൂടാതെ ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ലേണിംഗ് ഡിസബിലിറ്റി എന്തെങ്കിലും ഉള്ള കുട്ടികൾക്ക് ഉണ്ടാകാറുണ്ട്.
അല്ലെങ്കിൽ ഹൈപ്പർ ആക്ടിവിറ്റി ഉള്ള കുട്ടികൾക്ക് ഉണ്ടാകില്ല. അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ഉള്ള കുട്ടികളിൽ ആൻസൈറ്റി ഉണ്ടാകാറുണ്ട്. ദെൻ ഫിയർ എന്ന് പറയുന്ന ഒരു യഥാർത്ഥത്തിലുള്ള സംഗതി ഉള്ളത് കൊണ്ടാണ്. എന്തെങ്കിലും സംഗതികൾ ഉണ്ടാകുന്ന സമയത്ത്, അതായത് ഇപ്പോൾ പരീക്ഷയ്ക്ക് കയറാൻ പോകുന്നു അപ്പം നമുക്കുണ്ടാകും, അല്ല പരീക്ഷ പേപ്പർ കിട്ടാൻ പോകുന്നു അപ്പം നമുക്കുണ്ടാകും പേടി. അതിന് ആങ്സൈറ്റി, അതിന് ഫിയർ എന്നാണ് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ഒരു സംഗതി ഉണ്ട്. ആങ്സൈറ്റിയും ഫിയറും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം. ആങ്സൈറ്റി വരാൻ പോകുന്ന കാര്യങ്ങൾ, ഇല്ലാത്തൊരു കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതാണ്. ഫിയർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ മുമ്പിലുള്ള ഒരു സംഗതിയെക്കുറിച്ച് നമ്മൾ പറയുന്നതാണ് ഫിയർ എന്ന് പറയുന്നത്. ഫോബിയാസ് ഏതെങ്കിലും ഒരു സംഗതിയെക്കുറിച്ച് അതിനോട് ചേരാനുള്ള, അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു മാനസിക പ്രശ്നം ഫോബിയാസ് ആണ്, ഒരു ഭയം. ഫിയർ അല്ല ഇത് ഫോബിയാസ്. ഇപ്പം ഇരുട്ടത്തിരിക്കാനുള്ള പേടി, അല്ലെങ്കിൽ അടച്ച മുറിയിൽ ഇരിക്കാനായിട്ടുള്ള ഒരു പേടി, അല്ലെങ്കിൽ പൂച്ചയെ പേടി, ഒരു മൃഗങ്ങളെ പേടി, അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഫോബിയാസ് എന്ന് പറയുന്നത്. പർട്ടിക്കുലർ ഏതെങ്കിലും സംഗതിയോടുള്ളതിനെ കുറിച്ചാണ് നമ്മളതിനെ ഫോബിയാസ് എന്ന് പറയുന്നത്. ദെൻ സോഷ്യൽ ആങ്സൈറ്റി എന്ന് സൊസൈറ്റി എങ്ങനെ നമ്മളെക്കുറിച്ച് ധരിക്കും, അല്ലെങ്കിൽ സൊസൈറ്റിയെ കുറിച്ച് എന്താണ്, അല്ലെങ്കിൽ സൊസൈറ്റി ചേരാൻ, ആൾക്കാരുമായിട്ട് ചേരാനുള്ള അങ്ങനെ വരുന്നതാണ് സോഷ്യൽ ആങ്സൈറ്റി. അപ്പോൾ ആ സമൂഹമായിട്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള, ആൾക്കാരുമായിട്ട് ചേരാനുള്ള, ആൾക്കാരെന്ത് ധരിക്കും എന്നുള്ളതിനെ കുറിച്ച്, അല്ലെങ്കിൽ അത് ഇങ്ങനെ ആയിരിക്കുമോ, അല്ലെങ്കിൽ അവരൊക്കെ നമ്മൾ ഹാം ചെയ്യാനായിട്ടുള്ളതാണ്, അങ്ങനെയൊക്കെയുള്ള പല രീതിയിലുള്ള ചിന്താഗതികളും. ദാറ്റ് ഇസ് കോൾഡ് സോഷ്യൽ ആങ്സൈറ്റി. ദെൻ സെപ്പറേഷൻ ആങ്സൈറ്റി. സാധാരണ ഇത് നമ്മൾ സെപ്പറേഷൻ ആങ്സൈറ്റി കൊച്ചു കുട്ടികളിലാണ് നമ്മൾ കാണാറുള്ളത്, പക്ഷെ അല്ലാതെയും വരും. കാരണം എന്ന് വെച്ചാൽ എന്തെങ്കിലും പിരിയുക. സാധാരണ ഇതിൽ സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് അച്ഛനെയും അമ്മയും വേർപിരിഞ്ഞിരിക്കുക. അപ്പം അത് വിടുമ്പം ഏതെങ്കിലും കാരണം, ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു പയ്യൻ വന്നത് ഡ്രൈവിംഗ് ലേണിംഗ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്രൈവിംഗ് ലേണിങ്ങിനൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മയും കൂട്ടത്തിൽ പോകുന്നു, അമ്മയും പഠിക്കുന്നുണ്ട്. അമ്മ ഒന്ന് പെട്ടെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി വേറൊരു വണ്ടിയിൽ കയറേണ്ടി വന്നു. അതൊക്കെ ആങ്സൈറ്റി ആയി. കാരണം ഇയാളെ ഓടിക്കുന്നതിനെക്കാട്ടും കൂടെ അമ്മ നമ്മുടെ അടുക്കൽ നിന്ന് മാറിപ്പോയി. അമ്മയ്ക്ക് എന്ത് പറ്റും, അല്ലെ എനിക്ക് എന്തെങ്കിലും വന്നാൽ ഞാൻ ആരോട് പറയും, അങ്ങനെ ഉണ്ടാകുന്നത് സെപ്പറേഷൻ ആങ്സൈറ്റി. ജനറലൈസ് ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറയുന്നത് ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് വെച്ചാൽ അത് പൊതുവെ ഇന്നെന്നുള്ളതില്ല, എല്ലാത്തിനോടും ഉള്ളത്. അത് ചിലപ്പോൾ പെട്ടെന്ന് വരുന്നതാകാം, അല്ലെങ്കിൽ ഒരു സംഗതി കേൾക്കുമ്പോൾ ഉണ്ടാകുന്നതാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിക്കുന്നു പറഞ്ഞിട്ടുള്ളതുണ്ടാകാം, അല്ലെങ്കിൽ ഒരു കാരണമില്ലാതെ നമുക്കുണ്ടാകാം. ദാറ്റ് ഇസ് കോൾഡ് ജനറലൈസ് ആങ്സൈറ്റി ഡിസോർഡർ. അത് പ്രത്യേകിച്ച് ഒരു റീസൺ പറയാൻ പറ്റിയല്ല, പല കാരണങ്ങളും ഒരു മിക്സഡ് ആയിട്ടുണ്ടാകുന്നതാണ് ജനറലൈസ് ആങ്സൈറ്റി ഡിസോർഡർ. ദെൻ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സംഗതികൾ നടക്കുക, ഒരു ഇൻസിഡൻറ്റ് നടക്കുക. ഉദാഹരണത്തിന് ഒരു അപകടം ഉണ്ടായി, നമ്മൾ വണ്ടിയെ യാത്ര ചെയ്യുമ്പോൾ ഒരു അപകടം ഉണ്ടായി. ആ അപകടത്തിന് ശേഷം ഉണ്ടാകുന്ന പേടി, എന്തെങ്കിലും ഒരു ട്രോമാറ്റിക് സിറ്റുവേഷൻ ഉണ്ടാകണം, ആ ട്രോമാറ്റിക് സിറ്റുവേഷന് ശേഷം അതിനെക്കുറിച്ച് ഉണ്ടാകുന്ന ഭയം, പിന്നീട് ആ സംഗതി വരുമെന്ന് വിചാരിച്ചിട്ടോ, അതല്ല അത് ഉണ്ടെന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സോ ആലോചിച്ചിട്ട് അത് നടന്നിട്ടുള്ളത്. ഇപ്പോൾ ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞപ്പോൾ കയ്യോ കാലോ ഓടിഞ്ഞു, അല്ലെങ്കിൽ ആശുപത്രി കൊണ്ടുപോയി, അതിന് കഴിഞ്ഞ് സർജറി കഴിഞ്ഞു, അപ്പം അത് കഴിഞ്ഞിട്ടുണ്ടാകുന്നതാണ്. അപ്പോൾ ഒരു അപകടത്തിന് ശേഷം ഉണ്ടാകുന്ന, ഇനി ഒരു അപകടം ഉണ്ടായി, അപകടം കണ്ടു, നമ്മൾ ആരെങ്കിലും നിൽക്കുന്ന സമയത്ത് ഒരു അപകടം ഉണ്ടായി, അപകടം കാണുക, ഇല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ഒരു അപകടം ഉണ്ടാകുക. നമുക്ക് വന്നൊരു മൂന്ന് കുട്ടികൾ അമ്മയും കൂടെ, എല്ലാവർക്കും പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ വന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ മൂത്ത മകനും അമ്മയുടെ മൂത്ത മകനും, അല്ലെങ്കിൽ കുട്ടിയുടെ മൂത്ത സഹോദരനും അച്ഛനും കൂടെ കിണർ വൃത്തിയാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. കിണർ വൃത്തിയാക്കാൻ വേണ്ടി പറയുമ്പോൾ അവിടുത്തെ പ്രശ്നം കൊണ്ട് അവർ മരിച്ചു. ഈ മരിക്കുമ്പോൾ ബാക്കിയുള്ളവരെല്ലാം മോളിൽ നിൽക്കുന്നുണ്ട്. കിണർ വൃത്തിയാക്കാൻ ഇറങ്ങിയതാണ്. കിണർ വൃത്തിയാക്കാനല്ല, ശരിക്കും പറഞ്ഞാൽ കിണറ്റില് ഒരു സാധനം വീണതിൽ അവരുടെ ഒരു വളർത്ത് പൂച്ച കണ്ടി വീണു. അപ്പോൾ പൂച്ച എടുക്കാൻ വേണ്ടി അവർ താഴോട്ട് ഇറങ്ങിയതാണ്. താഴോട്ട് ഇറങ്ങിയപ്പോൾ എന്താ വെച്ചാൽ അതിനകത്തുണ്ടായ പ്രശ്നങ്ങൾ കൊണ്ട് അതിനകത്ത് എയർ കിട്ടാത്ത, ഓക്സിജൻ കിട്ടാത്ത എന്താണ് അച്ഛൻ മരിച്ചു. അപ്പോൾ അച്ഛനെ നോക്കാനായിട്ട് ഇറങ്ങിയ മൂത്ത മകൻ മരിച്ചു. ഇത് എല്ലാം കണ്ടുകൊണ്ട് മറ്റുള്ള മോളിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് അവർക്ക് ട്രോമാറ്റിക് സിറ്റുവേഷൻ മനസ്സിലായി, അവർ മരിച്ചു പോയി എന്നറിഞ്ഞു. അത് കഴിഞ്ഞുണ്ടായിരുന്നത് ദാറ്റ് ഇസ് വാട്ട് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ട് ആ ഇൻസിഡൻറ്റ് ഉണ്ടാക്കുന്നതായ മാനസികമായ അവസ്ഥയാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ദെൻ സോഷ്യൽ വിഡ്രോവൽ. സമൂഹത്തിൽ ആൾക്കാരെ ഫേസ് ചെയ്യാനുള്ള മടിയാകുമ്പോൾ നമുക്ക് ഇതിനകത്ത് കാണുന്ന ഒരു സംഗതി, ഇതിനകത്ത് നിങ്ങൾ അറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്. സോഷ്യൽ വിഡ്രോവൽ വരുന്ന പല ആൾക്കാരും എന്താ വെച്ചാൽ പകൽ സമയങ്ങളിൽ പുറത്തിറങ്ങാനായിട്ട്
അവർ രാത്രി ഇരുന്ന് പഠിക്കുക എന്ന് പറയും, രാത്രി മുഴുവൻ ഇരുന്ന് പഠിക്കും, രാവിലെ എഴുന്നേക്കുകയില്ല, സ്കൂളിൽ പോകുന്ന സമയമാകുമ്പോൾ സ്കൂളിൽ പോകാൻ പറ്റുകയില്ല, ഉറക്കം ശരിയായില്ല, അല്ലെങ്കിൽ ഞാൻ പഠിച്ചോളാം, അല്ലെങ്കിൽ പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടാകും കുട്ടികളിലാകുമ്പം. അപ്പം സമൂഹത്തിൽ നിന്ന് പതുക്കെ വിഡ്രോ ചെയ്യാം. എന്നുവെച്ചാൽ ഡിപ്രഷൻ കൊണ്ടാകാം, ആങ്സൈറ്റി കൊണ്ടാകാം, ഏതെങ്കിലും വേറെ പ്രശ്നങ്ങളും ഉണ്ടാകാം, സാഡ്നെസ് ഉണ്ടാകാം, അതല്ലെങ്കിൽ പേടി കൊണ്ടാകാം, ഫോബിയാസ് ഉണ്ടാകാം. അപ്പം സൊസൈറ്റിയിൽ നിന്ന് പിൻവലിയുക. ദാറ്റ് ഈസ് കോൾഡ് സോഷ്യൽ വിഡ്രോവൽ. സോഷ്യൽ വിഡ്രോവൽ നമുക്ക് വളരെ കാണാറുള്ളതാണ്. കാരണം സാധാരണ കുട്ടികൾ രാവിലെ സ്കൂളിൽ പോകാൻ നേരത്ത് പറയും എനിക്ക് പോകണ്ട, അല്ലെങ്കിൽ എനിക്ക് പഠിക്കണ്ട, അല്ലെങ്കിൽ ഇന്ന് പോയിട്ട് കാര്യമില്ല. പ്രത്യേകിച്ച് ഈ പോസ്റ്റ് കോവിഡ് നമ്മൾ കാണുന്ന, കോവിഡ് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ വീട്ടിൽ ഇരുന്ന് പഠിച്ച് അതിന് ആ സമയത്ത് കോവിഡ് സമയത്ത് കുട്ടികൾ വീട്ടിൽ ഇരുന്നാണ് പഠിച്ചത്. അപ്പോൾ ഇപ്പം അവർ സൊസൈറ്റി 2 വർഷമായിട്ട് സമൂഹമായിട്ട് ബന്ധപ്പെടാതിരുന്നത് കൊണ്ട് പിന്നീട് ആൾക്കാരെ കാണാനായിട്ടുള്ള പേടി, ആ പേടി കൊണ്ട് കുട്ടികൾ പുറത്തിറങ്ങാതെ വരിക, കുട്ടികൾ വീട്ടിൽ ഇരിക്കുക. ദാറ്റ് ഈസ് കോൾഡ് സോഷ്യൽ വിഡ്രോവൽ. സോഷ്യൽ വിഡ്രോവൽ സിൻഡ്രോം ഭയങ്കര കൂടുതലായിട്ടുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നോക്കേണ്ടതാണ്. സോഷ്യൽ വിഡ്രോവൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ പകൽ സമയത്ത് പുറത്തിറങ്ങാൻ മടിക്കും. സാധാരണ രാത്രി കാലങ്ങളിൽ കുറേ സമയം ഉണർന്നിരിക്കും, കുറേ നേരം രാത്രി നിന്ന് പഠിക്കുന്നതായിട്ട് കഴിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ അവർ നമ്മളെ മൊബൈൽ ഫോണുമായിട്ട് കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ രാത്രി പലപ്പോഴും ഇങ്ങനെയുള്ളൊരു കുട്ടികൾക്ക് ഒരു കുഴപ്പം കൊണ്ട് നമ്മൾ കാണുന്നുണ്ട്, അതിനകത്ത് എഴുതിയിട്ടില്ല. സാധാരണ ഗെയിമൊക്കെ കളിക്കുക എന്ന് വെച്ചാൽ ഇപ്പം പല ഗെയിമുകളും നമ്മുടെ ഇൻ്റർനെറ്റിനകത്ത് വരുന്നുണ്ട്. അതിനകത്ത് പണം വെച്ച് കളിക്കുന്ന പരിപാടിയുണ്ട്. പണം വെച്ച് എന്ന് വെച്ചാൽ നമുക്ക് ലോൺ തരിക, എന്നിട്ട് നമ്മൾ എന്തെങ്കിലും കളിക്കുക, അല്ലെങ്കിൽ റമ്മി കളിക്കുക, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കളിക്കാൻ വന്നിട്ട് കുട്ടികൾ കണ്ടമാനം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമുക്ക് വന്ന ഒരു പയ്യൻ LLB ഫൈനൽ ഇയറിന് പഠിക്കുന്ന പയ്യനാണ്. രാത്രി മുഴുവൻ ഇങ്ങനെ ഇരുന്ന് കളിച്ചിട്ട്, കാരണം ഇത് കഴിഞ്ഞപ്പോൾ പോസ്റ്റ് കോവിഡ് കഴിഞ്ഞിട്ടുള്ള സമയമാണ്. കോവിഡിൻ്റെ സമയത്ത് വീട്ടിൽ ഇരുന്ന് ഓരോന്ന് കളിക്കാൻ തുടങ്ങി. അങ്ങനെ മൊബൈൽ കളിച്ച് റമ്മി കളിക്കാനായിട്ട് ചേർന്നു. റമ്മി കളിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പം അതിലേക്ക് അഡിക്റ്റഡായി. അപ്പോൾ അതിന് പൈസ പോയപ്പം ആദ്യം കടമൊക്കെ എടുത്തു. അവസാനം ബാങ്കിൽ കള്ളസ്വർണം കൊണ്ട് പണയം വെച്ചു. രാത്രി മുഴുവൻ ഇയാളുടെ പരിപാടി ഇതാണ്. ഈ സോഷ്യൽ വിഡ്രോവലിൻ്റെ ഒരു എഫക്റ്റ്. പകലിറങ്ങാൻ പഠിച്ച് കോളേജിൽ പോകാൻ പഠിച്ച് വീട്ടിൽ ഇരുന്ന് രാത്രി ഇരുന്ന് കളിച്ച് അപ്പോൾ രാത്രി പഠിക്കുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ആരും നോക്കുന്നില്ല. അങ്ങനെ വന്ന് കണ്ടമാനം കടം നഷ്ടം വന്ന് ആൻഡ് ഹി കമ്മിറ്റഡ് സൂയിസൈഡ്. അപ്പം സോഷ്യൽ വിഡ്രോവൽ എപ്പോഴും നമ്മൾ നോക്കേണ്ടതാണ്. പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമ്മൾ കാണുന്നത് ബോഡി ഇമേജാണ്. ബോഡി ഇമേജ് അതായത് 2 രീതിയിലാണ് ബോഡി ഇമേജിനെ കുറിച്ച് നമുക്ക് പറയുന്നത്. ലാക്ക് ഓഫ് ബോഡി ഇമേജ് ഉള്ളതുകൊണ്ട്, ഓവറായിട്ടുള്ളതുകൊണ്ട്. അതായത് എനിക്ക് സൗന്ദര്യം പോലെ, എൻ്റെ ശരീരം കൊള്ളുകയില്ല, എന്നെ കാണാൻ കൊള്ളുകയില്ല, എനിക്ക് ശരീരത്തിന് വളർച്ചയില്ല, അങ്ങനെ ഞാൻ അതിസുന്ദരിയാണ്, എന്നെ കവിഞ്ഞിട്ട് ആരുമില്ല, അങ്ങനെ ഉണ്ടാകും. സാധാരണ ഇത് നമ്മൾ ബോഡി ഇമേജ് പറയുന്നത് ബോഡിയെക്കുറിച്ച് ഇല്ലാതെ, കാരണം എന്നെ കൊള്ളുകയില്ല. അപ്പോൾ ആൾക്കാരെ ഫേസ് ചെയ്യാനായിട്ട് മടിയുണ്ടാകും. അതുകൊണ്ട് അവർക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാകും. ഇത് ബോഡി ഇമേജ് ഇഷ്യൂസ് ആൻഡ് ഈറ്റിംഗ് ഡിസോർഡർ. ഇതുകൊണ്ട് കുറേ ഈറ്റിംഗ് പ്രോബ്ലംസും കുട്ടികളിൽ ഉണ്ടാകാറുള്ളൂ. അത് ആദ്യം ഉണ്ടാകുന്നത് അനോറെക്സിയ നെർവോസ. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ണം കുറയ്ക്കുക എന്നുള്ളത്, വണ്ണം വെക്കാനായിട്ട് താല്പര്യമില്ലാതിരിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ആഹാരം കുറച്ച് കഴിക്കുക, അണ്ടർ ഈറ്റിംഗ്, അതായത് വൈറ്റമിൻ ഒന്നും കഴിക്കില്ല, ആഹാരം കഴിക്കില്ല, രാവിലെ ഒന്നും കഴിക്കില്ല, വണ്ണം കൂടുന്ന വെച്ചിട്ട് കഴിക്കില്ല, പിന്നെ ആവശ്യത്തിനുള്ള ഫുഡ് കഴിക്കുകയില്ല, ഫുഡിൻ്റെ അളവ് കുറവായിരിക്കും. അപ്പോൾ വണ്ണം വെക്കുമെന്ന് പേടിച്ച് ആ ബോഡി കീപ്പ് ചെയ്യുന്നത്. കാരണം ഇത് ധാരാളം വരാറുണ്ട്, കുട്ടികൾ നമുക്ക് കാണാറുണ്ട് ഇപ്പോൾ. കാരണം അവരുടെ ധാരണ ഈ സിനിമാ നടികളെയൊക്കെ കണ്ടിട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയാണ് സൗന്ദര്യം എന്ന് പറഞ്ഞ് മനസ്സിലായിട്ടോ, വണ്ണം വെക്കാൻ താല്പര്യമില്ലാതെ ആഹാരം കഴിക്കാതെ ഇരിക്കുന്ന കുറേ കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഒരു കുട്ടി ആഹാരമേ കഴിക്കില്ല. അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ആഹാരമേ കഴിക്കില്ല. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അതിന് പകരം വണ്ണം വെക്കുന്ന, എന്തെങ്കിലും ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഓടിപ്പോയി അത് വെയിറ്റ് നോക്കും, ഉടനെ വെയിറ്റ് കൂടിയോന്ന് അറിയണം. പിന്നെ അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്, അതിന് ആങ്ഷ്യസ് ആയി, എന്ത് ചെയ്യും, എനിക്ക് വണ്ണം കൂടി, എന്നെ കാണാൻ കൊള്ളുകയില്ല, അപ്പം തന്നെ തുടങ്ങും. അപ്പോൾ അതുകൊണ്ട് ആഹാരം വളരെ കുറച്ച് കഴിക്കുന്നത്, അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ആഹാരം കഴിക്കാത്തുള്ള, അല്ലെങ്കിൽ അണ്ടർ ന്യൂട്രീഷൻ ഉള്ള കുട്ടികൾ അനോറെക്സിയ നെർവോസ എന്ന് പറയാം. ദെൻ ബുളിമീനിയ നെർവോസ. ഇത് നേരെ തിരിച്ചാണ്. കണ്ടമാനം കഴിക്കുന്നത് മാത്രം പോലെ വണ്ണം വെക്കുമെന്നുള്ള പേടി, വണ്ണം വെച്ചിട്ടുള്ള പേടി, വണ്ണം ഉണ്ടെന്ന് പറയും. അപ്പോൾ എന്ന് വെച്ചാൽ ആഹാരം കഴിക്കും,
ആഹാരം കഴിക്കുന്നത് മാത്രമല്ല, ആഹാരം കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് കയ്യൊക്കെ ഇട്ട് ഛർദ്ദിച്ച് കളയും. ആഹാരം കഴിക്കുന്നതിന് കുഴപ്പമില്ല, മറ്റൊരു ആഹാരം കഴിക്കാൻ മടി, ഇത് ആഹാരം ഇഷ്ടംപോലെ കഴിക്കും, കഴിച്ചതിന് വണ്ണം വെക്കുമെന്ന് പറഞ്ഞിട്ട് ഓടിക്കുന്ന വായിൽ കൈയിട്ട് ഛർദ്ദിക്കുക, ദറ്റ് ഈസ് കോൾഡ് ഇൻഡ്യൂസ് വോമിറ്റിംഗ്. ഓർ ഇമ്മീഡിയറ്റ്ലി ടോയ്ലറ്റിൽ പോവുക, അവിടെ പോയിരുന്നത് പോവുക, അങ്ങനെയൊക്കെ കാണിക്കുന്നതാണ് ബുലിമിയ. സാധാരണ ബുലിമിയ എന്ന് പറയുന്നത് കൂടുതലായിട്ട് ആഹാരം കഴിക്കുക, വണ്ണം വെക്കുന്ന കുട്ടികൾ ബുലിമിയ ആയിട്ട് നമ്മൾ പറയുന്നു. ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ, ഇത് സാധാരണ കാരണമുണ്ട്. കാരണം ഇടയ്ക്കിടയ്ക്ക് പോയി വല്ലതും കഴിക്കുക. ഇത് കൂടുതൽ ഡിപ്രഷൻ നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ്. ഇടയ്ക്കിടയ്ക്ക് പോവുക, എന്തെങ്കിലും കഴിക്കുക, എന്നിട്ട് വണ്ണം വെച്ചെന്ന് പറയുക. എന്ത് കഴിക്കുന്നു എന്നുള്ളതല്ല, എന്തെങ്കിലും എപ്പോഴും വയറ് നിറച്ച് കഴിച്ചുകൊണ്ടിരിക്കണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ ഉടനെ കഴിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലും എപ്പോഴും കുറച്ചുകൊണ്ടിരിക്കണം. എന്ത് മധുരമായിക്കോട്ടെ, കൂടുതൽ നമ്മൾ കാണുന്ന മധുരത്തിനോടും നോൺ വെജിറ്റേറിയൻ ഫുഡിനോടും ഉള്ള താല്പര്യമാണ് നമ്മൾ കാണുന്നത്. സാധനം ബിഞ്ച് ഈറ്റിംഗ് നമ്മൾ കാണാറുള്ളത്. ഇത് കൂടുതലും ബിഞ്ച് ഈറ്റിംഗ് ഡിപ്രഷനിൽ നമ്മൾ കാണുന്ന ഒരു സംഗതിയാണ്. ദെൻ വി ക്യാൻ അവോയ്ഡ് റെസ്ട്രിക്റ്റീവ് ഫുഡ് ഇൻടേക്കിംഗ്. ചിലത് കഴിക്കില്ല, ചിലതൊക്കെ ഒഴിവാക്കി, ഇത് കഴിച്ചാൽ വണ്ണം വെക്കും, ഇത് ഞാൻ കഴിക്കുകയില്ല. ചില പാല് കുടിക്കില്ല, പാല് കുടിച്ചു കഴിഞ്ഞാൽ പറയും എൻ്റെ വയറ്റിനകത്ത് പ്രശ്നമാണ്. ചില മധുരം കഴിക്കില്ല, മധുരം കഴിച്ചാൽ വണ്ണം വെക്കും, അല്ലെങ്കിൽ ഷുഗർ വരും എന്നുള്ളതിനെ കുറിച്ചുണ്ട് വരിക. അല്ലെങ്കിൽ റെസ്ട്രിക്റ്റീവ് ഫുഡ് ഇൻടേക്ക് എന്നാൽ ചില കാര്യങ്ങൾ, ഇപ്പം ചിലരുണ്ട് രാവിലെ കഴിക്കും, പിന്നെ വൈകുന്നേരം വരെ കഴിക്കില്ല, അല്ലെങ്കിൽ ഇന്ന് രാത്രി കഴിക്കും, പിന്നെ പിറ്റേ ദിവസം രാത്രി മാത്രമേ കഴിക്കുകയുള്ളൂ. പിന്നെ ചില തരത്തിലുള്ള ഫുഡ് നമ്മൾ ഒഴിവാക്കും, അല്ലെങ്കിൽ ചില രീതിയിലുള്ള ഫുഡ് മാത്രം നമ്മൾ കഴിക്കും. ദാറ്റ്സ് കോൾഡ് വി ക്യാൻ അവോയ്ഡ് ഇൻ റെസ്ട്രിക്റ്റീവ് ഫുഡ് ഇൻടേക്ക് ഡിസോർഡർ. എക്സ്റ്റേണൽ ആയിട്ടുള്ള പ്രോബ്ലം ഒപ്പോസിഷൻ ഡെഫിഷ്യന്റ് ഡിസോർഡർ ആണ്. അനുസരണയില്ലായ്മ എന്നാണ് നമ്മൾ പറയുന്നത്. എന്ന് തർക്കത്തരം പറയുക, ആൾക്കാരായിട്ട് തട്ടിക്കയറുക, പെട്ടെന്ന് ഒരു ദേഷ്യപ്പെടുക, ഒച്ച വെക്കുക, ബഹളം വെക്കുക, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാതിരിക്കുക, അതിന് എതിരായിട്ട് ചെയ്യുക. ദാറ്റ് ഈസ് കോൾഡ് ഒപ്പോസിഷൻ ഡെഫിഷ്യന്റ് ഡിസോർഡർ. ഇത് ODD എന്ന് പറയും. ഇത് ധാരാളം കുട്ടികൾ നമ്മൾ കാണാറുണ്ട്, പ്രത്യേകിച്ച് എക്സ്റ്റേണൽ ആയിട്ട്. കാരണം പുറത്ത് കാണിക്കുന്നതാണ്. കുട്ടികൾ ഇത് തന്നെ കാണിച്ചു, അച്ഛൻ എന്തെങ്കിലും പറഞ്ഞ് കേൾക്കുകയില്ല, അച്ഛനോട് തട്ടിക്കയറി, സ്കൂൾ ടീച്ചേഴ്സ് എന്തെങ്കിലും അവരോട് ദേഷ്യപ്പെട്ടു, പിയർ ഗ്രൂപ്പ്സിനോട് തട്ടിപ്പെട്ടു, നിയമത്തിനല്ലാത്ത എഗൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, ക്ലാസ്സിൽ പോകാതിരിക്കുക, ക്ലാസ്സിൽ പോയാൽ ക്ലാസ്സിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുക, ബഹളം വെക്കുക, പറഞ്ഞാൽ കേൾക്കാതിരിക്കുക. ഇതാണ് ഓപ്പോസിഷൻ ഡെഫിഷ്യന്റ് ഡിസോർഡർ. ദെൻ കോണ്ടക്ട് ഡിസോർഡർ. കോണ്ടക്ട് ഡിസോർഡറിനകത്ത് ഓൾമോസ്റ്റ് നമ്മൾ ഇത് തന്നെയാണ് കാണിക്കുക. ഇതിനകത്ത് കുറച്ച് വയലൻസ് കൂടി ഉണ്ടാകും. ഒന്നുകിൽ സെൽഫ് ഹാമിങ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്ത് പൊട്ടിക്കുന്നതാകാം, എന്തെങ്കിലും ഉപദ്രവിക്കുന്നതാകാം, ചിലപ്പോൾ നമ്മൾ വളർത്തുമൃഗങ്ങളെ നമ്മൾ ഉപദ്രവിക്കുന്നതാകാം, സാധനങ്ങൾ എറിഞ്ഞ് പൊട്ടിക്കുന്നതാകാം, കുത്തി ഉടയ്ക്കുന്നതാകാം, നമ്മുടെ മാത്രം മറ്റുള്ളവരുടെ സാധനങ്ങൾ നശിപ്പിക്കുന്നതാകാം, വയലൻ്റ് അച്ഛനെ അമ്മയെ ആക്രമിക്കുന്നതാകാം, കുട്ടികളെ ആക്രമിക്കുന്നതാകാം. ഇങ്ങനെയൊക്കെ വരുന്നത് ദാറ്റ്സ് കോൾഡ് കോണ്ടക്ട് ഡിസോർഡർ. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ സാധാരണ കുട്ടികൾ ഇത് കാണാറുണ്ട്. ഇത് രണ്ടും നമ്മൾ വ്യത്യാസം. അറ്റൻഷൻ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ മാത്രമുണ്ട്, ഹൈപ്പർ ആക്റ്റീവ് മാത്രമുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികൾ വളരെ ഹൈ റിസ്കിങ് കുട്ടികളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരോട് അടങ്ങിയിരിക്കുകയോ ഒരു 20 മിനിറ്റ് കൂടുതൽ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കുകയോ നമ്മൾ ചെയ്യില്ല. 20 മിനിറ്റ് പോലില്ല. ക്ലാസ്സിലേക്ക് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കും. അടക്കിയിരിക്കുന്ന കുട്ടികളെ തോണ്ടും, പിന്നെ അടങ്ങി ഒതുങ്ങിയിരിക്കുകയല്ല, ഹൈ റിസ്ക് ആയി. ഇപ്പം നമ്മൾ വഴിയുടെ നിൽക്കുകയാണ്, ഒരു സൈഡിൽ നിൽക്കുകയാണ്, ചിലപ്പോൾ ഈ കൈയൊക്കെ വിട്ടിട്ട് ഉടനെ തന്നെ വരുന്ന കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാൽ ഓടും, വഴിയുടെ നടുക്കൂടെ ക്രോസ് ചെയ്യും, മരങ്ങളിൽ വലിഞ്ഞു കയറും, ചാടും, ബഹളം ഉണ്ടാക്കും, ഒരിടത്തെ നിന്ന് അടങ്ങി ഒതുങ്ങിയിരിക്കുക, സാധനങ്ങൾ എടുക്കും, നശിപ്പിക്കും. മെയിനായിട്ട് കാണുന്നത് ക്ലാസ്സിൽ നമുക്ക് ശ്രദ്ധ ഉണ്ടാവില്ല, അങ്ങനെ ഹൈപ്പർ ആക്റ്റീവ്, ഒരിടത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കുക, ഇരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഓടും. ഇത് നമ്മൾ നോക്കണം. എപ്പോഴും അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ ഒക്കെ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ്. എന്തുണ്ടെങ്കിലും അവന് അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ എന്ന് പറയും. ചിലപ്പം റിട്ടാർഡേഷനുള്ള കുട്ടികൾക്ക്, ഒരു മൈൽഡ് റിട്ടാർഡേഷനുള്ള കുട്ടികൾക്ക് അറ്റൻഷൻ ചിലപ്പോൾ കുറവായിരിക്കും. അവർക്ക് ചില കുട്ടികൾ ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അതിനെയും ADHD ആയിട്ട് നിർവചിക്കാറുണ്ട്. ശരിക്കും അങ്ങനെയല്ല, ADHD വേറെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമ്മൾ കാണേണ്ട രോഗമാണ്. സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ. സബ്സ്റ്റൻസ് യൂസ് ആകാം, അബ്യൂസ് ആകാം. സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ മെഡിസിൻസ് ഒക്കെ നമുക്ക് അബ്യൂസ് ചെയ്യാം. ഡോക്ടർമാർ പറയാതെ നമ്മൾ മെഡിസിൻ എടുത്ത് കഴിക്കുക, അതുകൊണ്ട് ഇൻടോക്സിക്കേഷൻ ഉണ്ടാകുക, അത് കൂടുതൽ നമ്മൾ എടുത്ത് കഴിക്കുക, അല്ലെങ്കിൽ കഞ്ചാവ് പോലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗിക്കുക, സ്മോക്കിംഗ് ചെയ്യുക. സാധാരണ സ്മോക്കിംഗ് അല്ല, അതായത് നമ്മൾ വേറെ എന്തെങ്കിലും വീട് പോലെയുള്ള സാധനങ്ങൾ, ലഹരി പദാർത്ഥങ്ങൾ നമ്മൾ വലിക്കുക, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുക. ഇതൊക്കെയാണ് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ ഓർ അബ്യൂസ് ഡിസോർഡർ.
കാരണം പ്രത്യേകിച്ച് യൂസ് ഡിസോർഡർ എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് കൂടുതലും നമ്മൾ ഉപയോഗിക്കുന്നത് മെഡിസിൻസ് ഒക്കെയാണ് കാണുന്നത്. ഇപ്പം പാരസെറ്റമോൾ കഴിക്കുന്നതിനകത്തുള്ളത്, അല്ലെങ്കിൽ ചില കുട്ടികൾക്ക് നമ്മൾ അറ്റൻഷൻ ഡെഫിസിറ്റ് ഓർഡർ ഉള്ള കുട്ടികൾക്ക് കൊടുക്കുന്ന മരുന്നുകൾ നമ്മൾ ഇത് ചെയ്യുക. പിന്നെ കുട്ടികളുടെ പിയർ ഗ്രൂപ്പ്സുമായിട്ട് പോയിട്ട് അവർ വേറെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കാം. ദാറ്റ് ഇസ് കോൾഡ് സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ. പ്രൊമാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫയർ കൊണ്ട് കളിക്കുക, തീ കൊണ്ട് കളിക്കുക. പൈറോമാനിയ എന്ന് പറഞ്ഞാൽ തീ കൊണ്ട് കളിക്കുക, ഫയർ ഉണ്ടാക്കുക. ചിലപ്പം ഇത് കളിക്കുന്നതുകൊണ്ട് മാത്രമല്ല, ഇത് ചിലപ്പോൾ അപകടകരമായ രീതിയിൽ നമ്മൾ ചെയ്യാം. എപ്പോഴും തീയെടുക്കുക, നമ്മൾ കളിക്കുക, അതിൻ്റെ വരുംവരായികളെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക, എന്തെങ്കിലും ബഹളം ഉണ്ടാക്കുക, ആൾക്കാരുമായിട്ട് ചെയ്യുക, സെൽഫ് ഹാം ചെയ്യാൻ, സാധനങ്ങൾ നശിപ്പിക്കാം. ഇങ്ങനെ കുട്ടികൾ തീയുമായിട്ടുള്ള കളി അല്ലെങ്കിൽ തീ കൊണ്ട് കളിച്ച് അപകടകരമായി ഉണ്ടാക്കുക. തീ ഒരു വിളക്ക് കത്തിച്ചെന്ന് വെച്ചുകൊണ്ടാകുന്നതല്ല, പക്ഷെ അതുകൊണ്ട് കത്തിക്കുക, പല സാധനങ്ങളും നമ്മൾ കത്തിക്കാൻ പോവുക, അതെടുത്തിട്ട് കളിക്കുക. അങ്ങനെ ഇവൻ നമുക്ക് വേണമെങ്കിൽ പടക്കം കത്തിക്കുക, അങ്ങനെയൊക്കെ പൊട്ടിക്കുക ഉണ്ടാക്കുക. തീ കൊണ്ട് കളിക്കുന്നതാണല്ലോ. അപകടം ഉണ്ടാകുന്ന സംഗതികളൊക്കെ നോക്കുക. ദാറ്റ് ഇസ് കോൾഡ് പൈറോമാനിയ. ദെൻ ക്ലെപ്റ്റോമാനിയ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സംഗതി. ക്ലെപ്റ്റോമാനിയ എന്ന് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കാം. ഇതിനകത്ത് നമ്മൾ പറയുന്നത് OCD ആയിട്ട് നമ്മൾ ഉപയോഗിച്ചത് ക്ലെപ്റ്റോമാനിയ. ഒരു സംഗതി കണ്ടത് കൊണ്ട് എടുത്തു എന്ന് പറയുന്നത് കൊണ്ട് മാത്രമേ അതിനെ ക്ലെപ്റ്റോമാനിയ എന്ന് പറയാൻ പറ്റില്ല. ക്ലെപ്റ്റോമാനിയ എന്ന് പറയുന്നത് പർട്ടിക്കുലർ സാധനത്തോട് നമുക്കുണ്ടാകുന്ന ഒരു ആകർഷണം, അത് ആരും അറിയാൻ നമ്മളത് എടുക്കുക. ആ കാണുന്ന സംഗതിയോട് നമുക്ക് എടുക്കാനുള്ളൊരു പ്രേരണ ഉണ്ടാകുക. പ്രേരണ ഉണ്ടാകുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ആങ്സൈറ്റി ഉണ്ടാകണം. ഈ ആങ്സൈറ്റി ഉണ്ടായി ഈ സാധനം എടുത്തു കഴിയുമ്പം ആങ്സൈറ്റി തീരണം. അപ്പോൾ സാധനം തീരും. ക്ലെപ്റ്റോമാനിയ എന്ന് പറഞ്ഞ ഒരു സാധനം നമ്മൾ മോഷണം എന്ന് പറഞ്ഞാൽ പർട്ടിക്കുലറായിട്ട് സാധനം എടുത്തുകൊണ്ട് നമ്മൾ പോരുന്നതിനാണ് നമ്മൾ കാണുന്നത്. പലപ്പോഴും കുട്ടികൾ സ്കൂളിൻ്റെ പെൻസിൽ കൊണ്ടുവരിക, അവൻ ആവശ്യമൊന്നുമില്ല, വീട്ടിൽ ഇഷ്ടംപോലെ പെൻസിലുണ്ടാകും, പെൻസിൽ നമ്മൾ കൊണ്ടുവരിക. ചിലപ്പോൾ അവിടെ ക്ലാസ്സിൽ ഇരിക്കുന്ന ചില സാധനങ്ങൾ നമ്മൾ എടുത്തുകൊണ്ട് വരിക. എനിക്ക് വന്ന ക്ലെപ്റ്റോമാനിയുടെ ഒരു കുട്ടി എന്ന് വെച്ചാൽ എല്ലാ മുറിയിലും കയറിയിട്ട് ആൾക്കാരുടെ കാൽക്കുലേറ്റർ കണ്ട എടുത്തുകൊണ്ട് പോയിരുന്നു. കാൽക്കുലേറ്റർ മാത്രം മതി, വേറൊന്നും വേണ്ട, പൈസയൊന്നും വെച്ച് എടുക്കുകയില്ല. പിന്നെ ചില കുട്ടികൾക്കുണ്ട് വീട്ടിൽ നിന്ന് അച്ഛൻ്റെ അമ്മയുടെയും പേഴ്സിൽ നിന്ന് സംഗതി എടുക്കുക. നമ്മൾ അത് ക്ലെപ്റ്റോമാനിയായിട്ട് വെക്കില്ല. വീട്ടിൽ നിന്ന് പൈസ പോയി നമ്മൾ മൈൻഡ് ചെയ്യില്ല. പക്ഷെ അത് കൂടി പൈസയ്ക്ക് ആവശ്യം വരുമ്പം വേറെ സാധനങ്ങൾ, സ്വർണ്ണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കണം. അപ്പം ക്ലെപ്റ്റോമാനിയ എന്ന് പറഞ്ഞാൽ കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മൾ അതിനെ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. എനിക്ക് വന്നൊരു ഒരു പേഷ്യൻറ്റിൽ ഉണ്ടായിരുന്ന ഒരു ഡോക്ടറാണ്. പുള്ളിക്ക് ക്ലെപ്റ്റോമാനിയ വേറെ ഒന്നുമില്ല. ഡയമണ്ട് കാണരുത്, ഡയമണ്ട് കണ്ടാൽ പുള്ളി പോകും. അപ്പോൾ ഡയമണ്ട് കടയിൽ കൊണ്ടുപോകുമ്പോൾ അച്ഛനും അമ്മയും ഡോക്ടേഴ്സാണ്, ആളും ഡോക്ടറാണ്. പക്ഷെ എവിടെയെങ്കിലും സ്വർണ്ണക്കടയിൽ കയറിയിട്ട് ഡയമണ്ട് കണ്ടാൽ പുള്ളി അതായിരിക്കും, പുള്ളി അതപ്പം തന്നെ അത് മോഷ്ടിച്ച് വെക്കും. ദാറ്റ്സ് ക്ലെപ്റ്റോമാനിയ. അപ്പം അത് കാണുമ്പോൾ അത് എടുക്കണമെന്നുള്ള ആഗ്രഹം തോന്നണം. ആഗ്രഹം തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് അതെങ്കിലും എടുക്കണം. എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ്റെ ആളുടെ ആങ്സൈറ്റി കുറയും. ഇറ്റ്സ് കോൾഡ് ക്ലെപ്റ്റോമാനിയ. ദെൻ ടോറൻസി ആബ്സെൻറ്റ് ഫ്രം സ്കൂളാണ്. സ്കൂളിൽ പോകാനായിട്ടുള്ള താല്പര്യമില്ലാതിരിക്കുക, അപ്പോൾ സ്കൂളിലൊക്കെ പോകാതിരിക്കുക, സ്കൂൾ റെഗുലറായിട്ട് ആബ്സെൻ്റ് ആകുക. ഇതാണ് ടോറൻസി എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സാധാരണഗതിയിൽ കുട്ടികളിൽ നമ്മൾ കണ്ടുവരുന്ന എക്സ്റ്റേണലൈസിങ് പ്രോബ്ലം നമ്മൾ കാണുന്നു. ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇന്റർലൈസിങ് ബിഹേവിയർ പ്രോബ്ലംസ് കുട്ടികൾക്കുണ്ടാകുന്ന ഫസ്റ്റ് വൺ ഇസ് കോൾഡ് ദ ഡിപ്രഷൻ. ഡിപ്രഷൻ എന്ന് പറയുന്നത് അത് ഡിപ്രഷൻ എന്ന് പറഞ്ഞ് വെറുതെ നമ്മൾ ഡിപ്രഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടി കരയുന്നില്ല, കുട്ടി ചിരിക്കുന്നുണ്ട്, ആൾക്കാരുമായിട്ട് ഇടപെടുന്നുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഡിപ്രഷനെ തള്ളിക്കളയാൻ പാടില്ല. ഡിപ്രഷൻ പല രീതിയിലുണ്ട്, പല കാര്യത്തിലുണ്ടാവും. ചിലർ പറയും അവൻ സൂയിസൈഡ് ഒന്നും പറഞ്ഞില്ല, അവൻ വീട്ടിൽ കരയുന്നില്ല, അവൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടല്ലോ. പക്ഷേ ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മിക്കവാറും ഇതൊരു വാർണിംഗ് സൈൻസ് ഡിപ്രഷനകത്ത് നമ്മൾ കാണും. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാകുന്ന രീതിയിലേക്ക് പോകുന്ന ഒരു വാർണിംഗ് സൈൻസ് ഉണ്ടാകും. മെയിൻലി നമ്മൾ എക്സ്ട്രാ ആയിട്ട് പല കാര്യങ്ങളും ചെയ്യാം, അല്ലെങ്കിൽ വിഡ്രോവൽ ആകാം. ഇത് രണ്ടുകൂടെ നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ കാണാൻ. അതിന് ആദ്യത്തെ നമ്മൾക്കുള്ളത് ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ സ്കൂൾ ആൻഡ് അക്കാഡമിക് റിലേറ്റഡ് ഇഷ്യൂസാണ് ആദ്യം ഉണ്ടാകുന്നത്. സ്കൂളിൽ പോകാനായിട്ടുള്ള മടി, പഠിക്കാനായിട്ട് പുറകോട്ട് പോവുക, കാര്യങ്ങൾ സമയത്ത് ചെയ്യാതെ വരിക, സ്കൂൾ വർക്ക് നമ്മൾ സമയത്ത് ചെയ്യാതെ വരിക, സ്കൂളിലേക്കുള്ള ഹോംവർക്സുകൾ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തുകൊണ്ട് പോവുക, സ്കൂളിൽ അറ്റൻഡ് ചെയ്യാതിരിക്കുക, പരീക്ഷ അറ്റൻഡ് ചെയ്യാതിരിക്കുക, ഇങ്ങനെയൊക്കെ പല സംഗതികളും നമുക്ക് കാണാം. അപ്പോൾ അതാണ് സ്കൂൾ ആൻഡ് അക്കാഡമിക് റിലേറ്റഡ് പ്രോബ്ലംസ്. ദെൻ ട്രബിൾ വിത്ത് പിയേഴ്സ്, സ്വന്തം കൂട്ടുകാരുമായിട്ട് അധികം അടുക്കാൻ പറ്റാതെ വരിക, പ്രശ്നങ്ങളുണ്ടാക്കിക്കൊണ്ടിരിക്കുക.
അതാണ് ഉണ്ട്. പിന്നെ സെൽഫ് ഹാമിങ്, ദിറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഏത് ഡിപ്രഷൻ നമ്മൾ ഈ സമയത്താണ് നമ്മൾ കണ്ടുപിടിക്കുക. ഒന്നെങ്കിൽ വെറുതെ നമ്മുടെ ദേഹത്ത് മുറിവുണ്ടാക്കുക, അല്ലെങ്കിൽ നമ്മൾ ദേഹത്ത് എന്തെങ്കിലുമൊക്കെ കാണിക്കുക, അല്ലെങ്കിൽ ദേഹത്ത് അടിക്കുക, തലയ്ക്കടിക്കുക, തല കൊണ്ട് ഭിത്തിയിലിടിക്കുക പൊട്ടിക്കുക. കഴിഞ്ഞ ദിവസം നമുക്ക് വന്നൊരു പയ്യൻ ഈ സെൽഫ് ഹാമിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനലൊക്കെ ഇടിച്ചു പൊട്ടിക്കും, ബാത്റൂമിൻ്റെയൊക്കെ വാതിലൊക്കെ ഇടിച്ചു പൊട്ടിക്കും. അപ്പോൾ അത് സെൽഫ് ഹാമിങ് ആണ്. അത് പറഞ്ഞാൽ മനസ്സിലാവില്ല, സെൽഫ് ഹാമിങ് ആണ്. അവർ പറയുന്നത് ഇവൻ സാധനങ്ങൾ നശിപ്പിക്കുന്നു എന്നാണ് പറഞ്ഞു കൊണ്ടുവന്നത്. ആക്ച്വലി ദറ്റ് ഇസ് സെൽഫ് ഹാമിങ്. ഇവൻ അത് ഇടിക്കുമ്പം ഉണ്ടാകുന്ന സന്തോഷം, കൈക്കുണ്ടാകുന്ന വേദന, ഏതെങ്കിലും പൊട്ടുമ്പോൾ ചില്ലൊക്കെ പൊട്ടിക്കുമ്പോൾ കൈ മുറിയുമ്പോൾ ഉണ്ടാകും, ദറ്റ് ഇസ് കോൾഡ് സെൽഫ് ഹാമിങ്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സൂയിസൈഡ്, ആത്മഹത്യ. ഇത് ആത്മഹത്യ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സൂയിസൈഡ് ഇപ്പോൾ ഒരു കോമൺ സംഗതിയായിട്ട് നമ്മൾ നിൽപ്പുണ്ട്. സൂയിസൈഡിന് ഒരു വാർണിംഗ് സൈൻസ് സാധാരണഗതി നമ്മൾ തരാറുണ്ട്. സൂയിസൈഡ് വരുമ്പോൾ പല കാരണങ്ങൾ ആലോചിച്ചിട്ടാണ് സൂയിസൈഡ്. സാധാരണ ഇത് കുട്ടികളിൽ കാണുന്നത് എമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകുമ്പോഴാണ്. എക്സാമ്പിൾ, ഇപ്പോൾ പരീക്ഷയ്ക്ക് തോറ്റുപോയി, അപ്പോൾ ഒരു ഡിപ്രഷൻ ഉണ്ടായി, അതുകൊണ്ട് സൂയിസൈഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും, അല്ലെങ്കിൽ പിയർ ഗ്രൂപ്പ്സുമായിട്ടുള്ള പ്രശ്നങ്ങൾ, എന്തെങ്കിലും പ്രേമബന്ധമൊക്കെ പോയി എന്നൊക്കെ, സ്നേഹത്തിനൊക്കെ വിഘാതങ്ങൾ വരുമ്പോൾ, പ്രേമം എന്നുള്ള സ്നേഹമൊക്കെ പോകുമ്പോഴത്തേക്ക് വരിക. അതിപ്പോൾ ഏത് സെക്സ് എന്നൊന്നുമില്ല, ഏകദേശം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു ക്ലിയർ കട്ട് ഒരു ഐഡിയ നമുക്ക് പറയാൻ പറ്റും. ആങ്സൈറ്റി എന്ന് പറയുന്നത് ഏതെങ്കിലും ഇല്ലാത്തൊരു സംഗതിയോടോ അല്ലെങ്കിൽ നടക്കാൻ പോകുന്ന സംഗതിയോടോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയോടോ നമ്മുടെ പ്രതികരണം, അതാണ് നമ്മൾ ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഫിയർ എന്ന് പറയുന്ന ഒരു യഥാർത്ഥത്തിലൊരു സാധനം ഉണ്ടാകുമ്പോൾ ആ സാധനം വെച്ചിട്ട് നമ്മൾ ചെയ്യുക. എക്സാമ്പിൾ, പരീക്ഷാ ഹാളിലേക്ക് കയറുമ്പോൾ നമ്മളുണ്ടാകുന്നതാണെങ്കിൽ അത് ആങ്സൈറ്റി അല്ല, അത് ഫിയറാണ്. പക്ഷേ നാളെ പരീക്ഷ വരുമല്ലോ, അല്ല മറ്റന്നാൾ പരീക്ഷ ഫൈനൽ ഇയർ പരീക്ഷ വരുമല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ദാറ്റ് ഇസ് കോൾഡ് ആങ്സൈറ്റി. അപ്പോൾ ആങ്സൈറ്റിയും ഫിയറും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ആങ്സൈറ്റിയും ഫിയറും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. ആങ്സൈറ്റി ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നതാണ്. ഫിയർ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു സംഗതി കാണുമ്പോൾ നമ്മുടെ സെൻസ് ഓർഗനിൽ വരുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ഫിയർ ഉണ്ടാകുക. ഫോബിയാസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ജനറലായിട്ടുള്ള കാര്യത്തോടെ, അതിനോട് പ്രത്യേകമുള്ള കാര്യത്തിനോട് നമ്മൾ പേടി വരിക. ഇപ്പം പാറ്റയെ പേടി, പല്ലിയെ പേടി, പൂച്ചയെ പേടി, അപ്പം അടച്ച മുറിയിലിരിക്കാനുള്ള പേടി, മുകളിലോട്ട് കയറാനുള്ള മടി, ഇരുട്ടിനെ പേടി, ഇതൊക്കെയാണ് ദാറ്റ്സ് കോൾഡ് ഫോബിയാസ്. ദെൻ സോഷ്യൽ ആങ്സൈറ്റി. സമൂഹ നമ്മളത്തെക്കുറിച്ച് എന്ത് ചിന്തിക്കും, സമൂഹത്തിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് നമുക്ക് ചേരാൻ പറ്റാതെ വരിക, അങ്ങനെയൊക്കെ ഉള്ളതിനാണ് നമ്മൾ സോഷ്യൽ ആങ്സൈറ്റി എന്ന് പറയുന്നത്. ദെൻ സെപ്പറേഷൻ ആങ്സൈറ്റി. സാധാരണ ഇത് കുട്ടികളിലാണ് ഇത് കാണുന്നത്. സെപ്പറേഷൻ ആങ്സൈറ്റി കുട്ടികളെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി നമ്മൾ കുട്ടികളെ സ്കൂളിലൊക്കെ ചേർക്കുമ്പോൾ, പ്രത്യേകിച്ച് വീട്ടിലൊരു അനിയനോ അനിയത്തിയോ വല്ലതും ഉണ്ടെന്നിരിക്കട്ടെ, നമ്മൾ ആ കുട്ടിയെ സ്കൂളിൽ കൊണ്ടാകുമ്പോൾ, ചേട്ടനെ മൂത്ത കുട്ടിയെ സ്കൂളിൽ കൊണ്ടാകാൻ പോവുകയാണ്. അപ്പോൾ മൂത്ത കുട്ടിയെ സ്കൂളിൽ കൊണ്ടാകുമ്പോൾ പുള്ളിയുടെ പേടി വീട്ടിൽ അമ്മയച്ഛനെയൊക്കെ വിട്ടിട്ട് ഞാൻ പോകുന്നു, അനിയൻ മാത്രം വീട്ടിലാകുന്നു, അനിയന് സംഭവിക്കും, എല്ലാം സംഭവിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആണ് ആങ്സൈറ്റി, സെപ്പറേഷൻ ആങ്സൈറ്റി വന്നു കഴിഞ്ഞാൽ അത് കഴിയുന്നത്രയും പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കും. പ്രത്യേകിച്ച് രണ്ടാമത്തെ കുട്ടി ഉണ്ടായി കഴിയുമ്പോൾ മൂത്ത കുട്ടിയെ സ്കൂളിൽ വിടാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ ആ കുട്ടികളിൽ സെപ്പറേഷൻ ആങ്സൈറ്റിയും ഡിപ്രഷനൊക്കെ കാണാറുണ്ട്. പലപ്പോഴും മൂത്ത കുട്ടി കഴിഞ്ഞ് രണ്ടാമത്തെ കുട്ടി വരുമ്പോൾ മൂത്ത കുട്ടിക്ക് ഒന്നുകിൽ കൈ ഇടിക്കുക, അല്ലെങ്കിൽ വിരൽ തിന്നുക, അല്ലെങ്കിൽ സ്കൂളിൽ പോകാനായിട്ട് മടി കാണിക്കുക, തല ഇറങ്ങി വീഴുക, സൊമറ്റൈസേഷൻ, ഇതെല്ലാം നമ്മൾ സെപ്പറേഷൻ ആങ്സൈറ്റി നമ്മൾ കാണാറുണ്ട്. അത് ഏതെങ്കിലും സംഗതി പിരിഞ്ഞ് നിൽക്കുന്നതിനുള്ള സെപ്പറേഷൻ. പിന്നെ ജനറലൈസ് ആങ്സൈറ്റി എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാര്യത്തിലല്ല, എല്ലാത്തിനും അപ്പോൾ ഉണ്ടാകുന്ന സംഗതികളിൽ നമുക്ക് ഉണ്ടാകാം. അത് ഇന്നതെന്ന് പറയാം. ജനറലൈസ് എല്ലാ കാര്യത്തിനെക്കുറിച്ചും കുറേശ്ശെ ഉണ്ടാകുന്ന ആങ്സൈറ്റി, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന, അതിനെക്കുറിച്ച് വിഷമിക്കുന്ന അവസ്ഥയാണ് ജനറലൈസ് ആങ്സൈറ്റി ഡിസോർഡർ. ഇറ്റ്സ് കോൾഡ് GAD, പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ഏതെങ്കിലും ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിട്ട്, ഏതെങ്കിലും ഒരു നിർഭാഗ്യകരമായ ഒരു സംഗതി വീട്ടിൽ നടന്നിട്ടാകാം, ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് നടന്നിട്ടാകാം, എവിടെയെങ്കിലും നടന്നിട്ടാകാം. കാരണം ഒരു ഇൻസിഡൻ്റ് ഉണ്ടായിക്കഴിഞ്ഞ് അതിനെ ബേസ് ചെയ്ത്
നമ്മൾ മുമ്പോട്ട് വരുന്നതായ സ്ട്രെസ്സിനെയാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ എന്ന് പറയുക. ഒരു ഇൻസിഡൻ്റ് ഉണ്ടായി, ആ ഇൻസിഡൻറ്റിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കുക. ആ ചിന്തിച്ചിരുന്ന് നമുക്ക് എന്തെങ്കിലും ഉണ്ടാകും, നമുക്ക് പേടി വരിക, അതിൽ നിന്ന് നമുക്ക് വിഷാദമുണ്ടാകാം, അതിനകത്ത് ചിലപ്പോൾ സൂയിസൈഡ് ടെൻഡൻസി ഉണ്ടാകാം, ആ ട്രോമാറ്റിക് സ്ട്രെസ്സിൽ നിന്ന് സ്കൂളിൽ പോകാനായിട്ട് മടിയുണ്ടാകാം, വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മടിയുണ്ടാകാം, എന്ത് വേണമെങ്കിലും ആകാം. ദാറ്റ്സ് കോൾഡ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. സാധാരണഗതിയിൽ എന്തെങ്കിലും അപകടം ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ്, വേദനിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞിട്ട് അതിനെ ബേസ് ചെയ്തുള്ള സംഗതിയാണ് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. ദെൻ സോഷ്യൽ വിഡ്രോവൽ. ഇത് സാധാരണഗതിയിൽ കുട്ടികൾ നമ്മളിപ്പോൾ കാണുന്ന ഒരു രോഗമാണ് സോഷ്യൽ വിഡ്രോവൽ. മെയിൻലി സമൂഹത്തിൻ്റെ നിയമങ്ങളെ പാലിക്കുകയും അതിനനുസരിച്ച് മുമ്പോട്ട് പോവുകയും ചെയ്യാനുള്ള മടിവിച്ച് കുട്ടികൾ വീടിൻ്റെ ഉള്ളിലേക്ക് ഒതുങ്ങുക, അല്ലെങ്കിൽ അച്ഛൻ്റെ അമ്മയുടെ അടുക്കിലേക്ക് തന്നെ ഒതുങ്ങുക. സോഷ്യൽ വിഡ്രോവൽ. സൊസൈറ്റി ആയിട്ട് ചേരാൻ പറ്റാതെ പോയി. ചിലപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്കൂളിൽ പോകാൻ പറ്റില്ല, എനിക്കിന്ന് പേടിയാണ്, അല്ലെങ്കിൽ എനിക്കിന്ന് പോകാൻ പറ്റുന്നില്ല, എനിക്ക് തലവേദനയാണ്. സൊമറ്റൈസേഷനും ഇതിൻ്റെ കൂട്ടത്തിൽ വരാം. സൊമറ്റൈസേഷൻ എന്ന് വെച്ചാൽ കംപ്ലൈൻറ്റ്, കൈവേദന, കാല് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തലവേദന, നമുക്ക് നോക്കാൻ പറ്റില്ല, രാവിലെ ചെസ്റ്റ് പെയിൻ, അല്ലെങ്കിൽ കൈയുടെ വേദന, രാവിലെ എഴുന്നേൽക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സോഷ്യൽ വിഡ്രോവലിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ടാണ് നമ്മൾ അതൊക്കെ കാണുന്നത്. അതായത് ഇൻറ്റേർണൽ ബിഹേവിയർ പ്രോബ്ലംസ് ആണ് ഈ പറയുന്നതൊക്കെ. ദെൻ ബോഡി ഇമേജ്. ഇത് സാധാരണഗതിയിൽ നമ്മൾ കാണുന്നതാണ് അനോറെക്സിയ നെർവോസ. ഇത് കൂടുതലും വണ്ണം വെക്കാതിരിക്കാനായിട്ട്, വണ്ണം വെക്കുമെന്ന് പേടിച്ചിട്ട് ആഹാരം കഴിക്കാതിരിക്കുന്ന ഒരവസ്ഥയാകാം. ആഹാരം കഴിക്കാതിരിക്കുന്നത് അണ്ടർ വെയ്റ്റ് നമ്മൾ കീപ്പ് ചെയ്യുക. നമ്മൾ ആഹാരം ആവശ്യത്തിന് കഴിക്കുന്നില്ല, രാവിലെ 5 ഇഡ്ഡലി കഴിഞ്ഞ് നമ്മൾ 1 ഇഡ്ഡലി കഴിക്കുക, ഉച്ചയ്ക്ക് 1 പിടി ചോറ് ചിലപ്പോൾ ഉണ്ടാവും, ഇന്നലത്തെ കഴിക്കാതിരിക്കുക, അതൊക്കെ ഇതിനകത്ത് പെടുന്നതാണ് അനോറെക്സിയ നെർവോസ. ബുലിമിയ നെർവോസ. ബുലിമിയ എന്ന് വെച്ചാൽ വണ്ണം കൂടും എന്നുള്ളത്, നേരെ തിരിച്ചാണ്. അനോറെക്സിയ വണ്ണം കുറയണം എന്നുള്ളതാണ്. ബുലിമിയ വണ്ണം വെച്ചിട്ട് വണ്ണം കുറയണം എന്ന് വെച്ചാൽ ആഗ്രഹിക്കുന്നൊരു സംഗതിയാണ് ബുലിമിയ നെർവോസ. അതായത് എന്തെങ്കിലും ആഹാരമൊക്കെ കഴിച്ചിട്ട് പോയി ഉടനെ തന്നെ കൈ വായിക്കത്തിടുക, ഉടനെ ശ്രദ്ധിക്കുക, വണ്ണം കുറയുന്നുള്ള വിചാരിച്ചിട്ടാണ്. കാരണം കൂടുതൽ ഇവരെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പോയിട്ട് വായിൽ കയ്യിലിട്ട് ശ്രദ്ധിക്കുക, ഉടനെ ഇമ്മീഡിയറ്റ് ആയിട്ടില്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകും. ഒരു വണ്ണമുള്ള കൂട്ടരായിരിക്കും സാധാരണ ബുലിമിയ നെർവോസ ഉള്ളവർ. അനോറെക്സിയ നെർവോസ ഉള്ളവർ സാധാരണ ഇത് വണ്ണം കുറയും, കാരണം ദേ ആർ മോസ്റ്റ് ബോതേർഡ് അബൌട്ട് ദെയർ വെയിറ്റ്, ബോഡി വെയിറ്റ്. അപ്പോൾ അനോറെക്സിയ നെർവോസ ഒന്ന് കുറച്ച് ആഹാരം കഴിക്കുക, മറ്റേന്ന് പറഞ്ഞ് ബുലിമിയ നെർവോസ ആഹാരം കൂടുതൽ കഴിക്കുക, എന്നിട്ട് അത് ഒമിറ്റ് ചെയ്ത് ഇൻഡ്യൂസ് ചെയ്ത് ഇത് പുറത്ത് കളയുക. ബിഞ്ച് ഈറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഡിപ്രഷനിലോട്ട് സംഗതിയാണ്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഇടയ്ക്ക് കഴിക്കുക, എപ്പോഴെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ എടുത്ത് വല്ലതും കഴിക്കുക. അപ്പം കൂടെ എന്തെങ്കിലും കഴിച്ചുകൊണ്ട്, അത് ഇന്നത് വേണമെന്നൊന്നുമില്ല. അത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നതാണ് വേണ്ടതെന്ന് പറയും. എന്ത് കിട്ടിയാലും അവർ കഴിക്കും. കാരണം ഡിപ്രഷൻ നമ്മൾ കാണുന്നതാണ് കണ്ടമാനം കഴിയുക, കണ്ടമാനം വണ്ണം വയ്ക്കുക. ദെൻ പിക്കാൻ അവോയ്ഡൻസ് റെസ്ട്രിക്റ്റീവ് ഫുഡ് ടേക്കിംഗ്. ചിലത് കഴിക്കില്ല, ചിലത് കഴിക്കണമെന്ന് ആഗ്രഹമില്ല, ചിലത് ഒഴിവാക്കുക, അല്ലെങ്കിൽ കഴിക്കുന്ന ഫുഡിന് ഭയങ്കര റെസ്ട്രിക്ഷൻസ് വെക്കുക. ഇന്ന കാര്യങ്ങൾ ഞാൻ കഴിക്കുള്ളൂ, ഇന്ന കാര്യങ്ങൾ നമ്മൾ കഴിക്കില്ല എന്നുള്ളത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക. ദാറ്റ് റെസ്ട്രിക്റ്റഡ് ഇൻടേക്ക്. ദെൻ എക്സ്റ്റേണൽ പ്രോബ്ലമാണ് ഓപ്പോസിഷൻ ഡെഫിഷ്യൻറ്റ് ഡിസോർഡർ എന്ന് പറയുന്നതാണ് ആദ്യം നമ്മൾ കാണുന്നത്. മറ്റേ നമ്മൾ ആദ്യം പഠിച്ച ഇൻറ്റേർണൽ അനുസരണയില്ലായ്മ, നമ്മൾ പറഞ്ഞ അനുസരണയില്ലാത്ത കുട്ടി എന്ന് പറയുന്ന ഓപ്പോസിഷൻ ഡെഫിഷ്യൻറ്റ് ഡിസോർഡർ എന്ന് പറയുന്നത്. വെറുതെ വീട്ടിൽ എന്തെങ്കിലും അച്ഛനും അമ്മയും പറഞ്ഞാൽ അതിനെതിരെ പറയുക, അതിനനുകൂലമില്ലാത്ത പറയുക, അതിന് പ്രശ്നങ്ങളുണ്ടാക്കുക, വീട്ടിൽ വഴക്കുണ്ടാക്കുക, അഗ്രസീവായിട്ട് ബിഹേവ് ചെയ്യുക. എന്നുവെച്ചാൽ തല്ലിപ്പൊടിക്കണമെന്നല്ല, ഭയങ്കര ബഹളം ഉണ്ടാക്കുക, നാട്ടുകാർ കേട്ടിട്ട് എനിക്കാരെയും പേടിയില്ല എന്നൊക്കെ പറയുന്ന ഒച്ചയൊക്കെ വെക്കുന്ന കൂട്ടത്തിലാണ് ഓപ്പോസിഷൻ ഡെഫിഷ്യൻറ്റ് ഡിസോർഡർ നമ്മൾ വെച്ചിരിക്കുന്നത്. ദെൻ കോണ്ടക്ട് ഡിസോർഡറിനകത്ത് ഓപ്പോസിഷൻ ഡിസോർഡർ പോലെ തന്നെയാണ് നമ്മളുള്ളത്. പക്ഷേ ഇതിനകത്ത് വയലൻസും കൂടെ കൂടുന്നു, അഗ്രഷൻ വയലൻസ് ഇതിനകത്ത് കൂടുക. നമ്മളെ ആരെങ്കിലും ഉപദ്രവിക്കുക, എന്തെങ്കിലുമൊക്കെ എടുത്തെറിയുക,
പൊട്ടിക്കുക, അങ്ങനെയൊക്കെയുള്ള സംഗതികൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ കോണ്ടാക്ട് ഡിസോർഡർ എന്ന് പറയാം. മറ്റേത് അങ്ങനെയല്ല. എന്തെങ്കിലും അവർക്ക് വയലൻസ് വേണമെന്നില്ല, ഓപ്പോസിറ്റ് വയലൻസ് വേണമെന്നില്ല, അല്ലാതെ മറ്റുള്ളതെല്ലാം ഉണ്ടാകും. ദെൻ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ, ഇത് ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ധാരാളം attention deficit, ADD, attention deficit disorder and hyperactivity disorder. അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ എന്നത് കുട്ടിക്ക് ക്ലാസ്സിലധികം ശ്രദ്ധിക്കാൻ പറ്റില്ല. കുറേ നേരം അവൻ അറ്റൻഡ് ചെയ്തിരിക്കുമ്പോൾ അവൻ്റെ അറ്റൻഷൻ പോകും. അവൻ പിന്നെ എന്താ നടക്കുന്നത്, സ്കൂളിൽ നടക്കുന്നതല്ല, അവനവിടെ വെറുതെ ശരീരം കൊണ്ടുണ്ടാകും, മനസ്സുകൊണ്ട് അവിടെ ഉണ്ടാകില്ല. അതുപോലെ ഹൈ റിസ്ക് ഫാക്ടറാണ്. എന്ന് വെച്ചാൽ എവിടെയെങ്കിലും ഓടിക്കയറാനോ ചാടിക്കയറാനോ റോഡ് ക്രോസ് ചെയ്യാനോ ഇതൊന്നും ആളെ സംബന്ധിച്ചിടത്തോളം പേടിയുള്ളതല്ല. ഹൈപ്പർ ആക്ടിവിറ്റി ആകുമ്പോൾ ഭയങ്കര പിരിവിരിപ്പായി. നമ്മളതിൻ്റെ കാര്യങ്ങളും അത് ടെസ്റ്റ് ചെയ്താൽ ഇത് ADHD ആണെന്ന് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളുണ്ട്. എന്നിട്ട് വേണമെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കാവുന്നതാണ്. സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ. സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഉണ്ടാക്കിയ ഒരു പ്രശ്നം, ഇത് സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും മെഡിസിനോ എല്ലാം കൊടുക്കുക. മെഡിസിനൊക്കെ കൊടുക്കുന്നത് ആവശ്യമില്ലാതെ എടുത്ത് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഉപയോഗിക്കുക. സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ എന്ന് പറയുമ്പോൾ നമ്മൾ മരുന്ന് വീട്ടിലൊക്കെ പാരാസെറ്റമോളൊക്കെ വാങ്ങിക്കുന്ന, പാരാസെറ്റമോളൊക്കെ ലിമിറ്റഡേ കഴിക്കാൻ പറ്റുള്ളൂ. ചിലപ്പം വലിച്ചു വാരി രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടൊക്കെ കഴിക്കുക. കൂടുതലും തന്നിരിക്കുന്ന മെഡിസിൻസൊക്കെ നമ്മൾ ഓവർ ഡോസ് ചെയ്യുക, അല്ലെങ്കിൽ അത് ആവശ്യമില്ലാത്ത സമയത്ത് നമ്മളെടുത്ത് ഉപയോഗിക്കാം. പിന്നെ അവിടെ നിന്ന് സാധാരണഗതിയിൽ മാറിയിട്ട് അബ്യൂസ് ആകുക, കഞ്ചാവ് വലിക്കുക, അല്ലെങ്കിൽ മയക്കുമരുന്നുകൾക്ക് അടിമയാകുക, ഇതൊക്കെയാണ് സബ്സ്റ്റൻസ് യൂസ്. പൈറോമാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീയുമായിട്ട് കളിക്കുക. ദറ്റ് ഈസ് വെരി ഡേഞ്ചറസ് സിറ്റുവേഷനാണ്. പലപ്പോഴും കുട്ടികൾക്ക് അപകടം ഉണ്ടാക്കാം, മറ്റവർക്ക് അപകടം ഉണ്ടാക്കാം. എന്തായാലും ഇത് പ്ലേയിങ് വിത്ത് ഫയറാണ് പൈറോമാനിയ. ഡീലിംഗ് വിത്ത് ഫയർ, ദാറ്റ് ഈസ് കോൾഡ് പൈറോമാനിയ. ദെൻ ക്ലെപ്റ്റോമാനിയ. ക്ലെപ്റ്റോമാനിയ എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ എടുക്കുക, നമുക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ചല്ല പ്രശ്നം, നമുക്ക് സാധനങ്ങൾ എടുക്കുക. ദെൻ ട്രാൻസി, ആബ്സെൻറ്റ് ഫ്രം സ്കൂൾ. നമുക്ക് ഇന്ന് പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് നോക്കാം. ആദ്യം നമ്മൾ പറഞ്ഞത് ഇൻ്റലിജൻസ് ആണ്. ഇൻ്റലിജൻസ് ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ തിങ്ക് റാഷണലി, ആക്ട് പർപ്പസ്ഫുള്ളി ആൻഡ് ഡീൽ ഇഫക്റ്റീവ്ലി. ഒരു കാര്യം ചെയ്യാനും എടുക്കാനും പിടിക്കാനുള്ള കഴിവാണ്. അത് തന്നെ എന്ത് കാരണം എന്ന് വെച്ചാൽ ചെയ്യുമ്പോൾ ആ കാര്യത്തിൽ നിന്നൊരു ഫലം കിട്ടുമ്പോഴാണ്, അതാണ് നമ്മൾ ബുദ്ധി എന്ന് പറയുന്നത്. ഇൻ്റലിജൻസ് ക്വോഷ്യന്റ് എന്ന് പറയും ഇറ്റ്സ് എ ഡിജിറ്റ്, ഇറ്റ്സ് എ നമ്പർ റേഷ്യോ ബിറ്റ്വീൻ മെൻ്റൽ ഏജ് ആൻഡ് ക്രോണോളജിക്കൽ ഏജ്. മെൻ്റൽ ഏജ് എന്ന് പറയുന്നത് നമുക്ക് സൈക്കോളജിക്കൽ ടെസ്റ്റ് മൂലം കണ്ടുപിടിക്കാം. ക്രോണോളജിക്കൽ ഏജ് എന്ന് പറയുന്നത് നിങ്ങളുടെ യഥാർത്ഥത്തിലുള്ള വയസ്സാണ്. അപ്പം ഇൻ്റലിജൻസ് ഈസ് ദ എബിലിറ്റി ഓഫ് എ പേഴ്സൺ തിങ്ക് റാഷണലി, ആക്ട് പർപ്പസ്ഫുള്ളി ആൻഡ് ഡീൽ ഇഫക്റ്റീവ്ലി. ഒരു കാര്യം ആലോചിച്ച് അതിൻ്റെ കാര്യകാരണ സഹിതം മനസ്സിലാക്കി അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് അതിൽ നിന്ന് ഫലം കിട്ടുകയും ചെയ്യുന്നതാണ്. ദാറ്റ് ഈസ് കോൾഡ് ദ ഇൻ്റലിജൻസ്. ഇൻ്റലിജൻസ് ക്വോഷ്യന്റ് എന്ന് പറയുന്നത് that is a IQ, it is a number, it is a digit. Mental age by chronological age into 100. MA എന്ന് പറയുന്നത് നമുക്ക് സൈക്കോളജി ടെസ്റ്റ് കണ്ടുപിടിക്കാം. IQ is MA divided by CA into 100. അപ്പം IQ 140 ആണ്, that is called gifted child. IQ 120 ആണ്, that is called genius type. IQ 90 to 120, that means called ആദ്യം 140 മുകളിലുള്ളത് ഗിഫ്റ്റഡ് ചൈൽഡ്, 120 വരെയുള്ളത് ജീനിയസ്, 90 മുതൽ 120 വരെയുള്ളതെന്ന് പറയുന്നത് നോർമൽ, ദാറ്റ് ഈസ് കോൾഡ് ആവറേജ് ഇൻ്റലിജൻസ്. 70 മുതൽ 90 വരെയുള്ള ബോർഡർ ലൈൻ, 70 താഴെ എന്ന് പറയുന്നത് മെൻ്റലി ചലഞ്ച് ഓർ മെൻ്റൽ റിട്ടാർഡേഷൻ ഓർ സബ് നോർമൽ.
അപ്പം IQ 70 താഴെയാണ്, ദാറ്റ് ഈസ് കോൾഡ് റിട്ടാർഡേഷൻ. റിട്ടാർഡേഷൻ 4 തരം: മൈൽഡ്, മോഡറേറ്റ്, സിവിയർ ആൻഡ് പ്രൊഫൗണ്ട്. IQ 70 to 55 to 70, 75, 70 ആണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് മൈൽഡ് റിട്ടാർഡേഷൻ. ഇനി 35 മുതൽ 54 വരെയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് moderate. And 25 to 34 35, that is called severe retardation. And 25 താഴെയാണ്, that is called profound. ഇത്രയാണ് IQ ആയിട്ട് പറയാനുള്ള കാര്യം. പിന്നെ what are the problems they are facing? That is internalized behavior problem, ഡിപ്രഷൻ കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, സ്കൂളിൽ ആൻഡ് അക്കാഡമിക് റിലേറ്റഡ് പ്രോബ്ലംസ് ഉണ്ടാകാം. ദെൻ ട്രബിൾ വിത്ത് പിയർ ഗ്രൂപ്പ്, മറ്റുള്ള കൂട്ടുകാരുമായിട്ട് ചേരാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകാം. സെൽഫ് ഹാമിങ്, ദിറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡിപ്രഷൻ വരുമ്പോൾ സെൽഫ് ഹാമിങ് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ദെൻ ആങ്സൈറ്റി, ഉത്കണ്ഠ, എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കും എന്നുള്ള പേടിയാണ് നമ്മുടെ ആങ്സൈറ്റി അനുഭവത്തിന്. പലതരത്തിലുള്ള ആങ്സൈറ്റി കൊണ്ട് ഫിയർ ഉണ്ട്. ഫിയർ യഥാർത്ഥത്തിലൊരു കാര്യം ഉണ്ടാകുമ്പോഴാണ്. ഫോബിയ എന്ന ഏതെങ്കിലും പർട്ടിക്കുലർ സംഗതികളോടുണ്ടാകുന്ന ആകാം, പൂച്ചയോടാകാം, ഇരുട്ടിനോടാകാം, അടച്ചുമുറിയോടാകാം, ഉയർന്നതിനോടാകാം, ഇത് വേണേലും ഫോബിയ. ദെൻ സോഷ്യൽ ആങ്സൈറ്റി, സൊസൈറ്റിയുമായിട്ട് ചേരാനുള്ള ഉത്കണ്ഠ. ദെൻ സെപ്പറേഷൻ ആങ്സൈറ്റി, അമ്മയച്ഛനുമായിട്ട് മാറുക, അല്ലെങ്കിൽ സ്കൂൾ മാറി താമസിക്കുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും. ഫ്രണ്ട്സുമായിട്ട് വിടുക, ദാറ്റ് ഇസ് കോൾഡ് സെപ്പറേഷൻ ആങ്സൈറ്റി. ജനറലൈസ് ആങ്സൈറ്റി ഡിസോർഡർ, കോമൺ ആയിട്ട് വരുന്ന ഡിപ്രഷനൊക്കെ കോൾഡ് ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ. ദെൻ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ഏതെങ്കിലും ഒരു അപകടം ഉണ്ടായി കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ചുള്ള ബുദ്ധിമുട്ട്, അത് ഓർത്ത് വിഷമം ഉണ്ടാകുക, അല്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതാണ് പോസ്റ്റ് ട്രോമാറ്റിക്. ഏതെങ്കിലും സിറ്റുവേഷൻ കഴിഞ്ഞിട്ട് അടുത്ത പഠനമാണ്. ദെൻ സോഷ്യൽ വിഡ്രോവൽ. സോഷ്യൽ വിഡ്രോവൽ എന്ന് പറയുന്നത് വളരെ ഇത് കൂടുതൽ വരുന്ന സംഗതിയാണ്. ഇപ്പം ആരുമായിട്ടൊരു സ്നേഹമൊന്നും ഇല്ല എന്നുള്ളതാണ്. മെയിൻലി സോഷ്യൽ വിഡ്രോവൽ, സൊസൈറ്റി ആയിട്ട് പിൻവലിയുക, എവിടെയെങ്കിലും അടച്ചുമൂടിയിരിക്കുക, പിന്നെ പകൽ മുഴുവൻ കിടന്നുറങ്ങുക, രാവിലെ കിടന്നുറങ്ങുക, അങ്ങനെ പലതും ഉണ്ട്. സോഷ്യൽ വിഡ്രോവൽ എന്ന് പറഞ്ഞാൽ പൊതുവെ സമൂഹവുമായിട്ട് ചേരാൻ ഉള്ള മടിയിലാണ് സോഷ്യൽ വിഡ്രോവൽ എന്ന് പറയുക. ദെൻ ബോഡി ഇമേജ്, ദാറ്റ് ഈസ് ബോഡി ഇമേജ് എന്ന് വെച്ചാൽ ബോഡിയുടെ വണ്ണം വെക്കുക, കൂടുക, അങ്ങനെയുള്ള സംഗതികളുണ്ട്. അതിനെയാണ് ബോഡി ഇമേജ് ഇഷ്യൂസ് എന്ന് പറയുന്നത്. ആദ്യത്തെ അനോറക്സിയ നെർവോസ, വളരെ കുറച്ച് വണ്ണം വെക്കുന്ന വെച്ചിട്ട് വളരെ കുറച്ച് നമ്മൾ കഴിക്കുന്ന അനോറക്സിയ നെർവോസ. ദെൻ ബുലീമിയ നെർവോസ, അത് കൂടുതൽ കഴിക്കുക, കൂടുതൽ കഴിച്ചിട്ട് നമ്മൾ വൊമിറ്റൊക്കെ ചെയ്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ടോയ്ലറ്റിലേക്ക് പോയി നമ്മൾ അതിനെ ബോഡിയെ വെയിറ്റ് കുറയ്ക്കാനുള്ള ശ്രമം നടത്തുക, ദാറ്റ് ഇസ് കോൾഡ് ബുലീമിയ നെർവോസ. ബിഞ്ച് ഈറ്റിംഗ് ഡിസോർഡർ, ഡിപ്രഷൻ ഉണ്ടാകുന്ന സംഗതിയാണ്. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിക്കാനുള്ള ഇത്, ഇൻ ബിറ്റ്വീൻ ബിഞ്ച് ഈറ്റിംഗ്, കൂടെ ഇടയ്ക്ക് കഴിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് വയറ് വിശക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കഴിക്കുക. രണ്ടാമത് ഇത് അണ്ടർവെക്സ് നെർവോസ് എന്ന് പറഞ്ഞാൽ കുറച്ച് കഴിക്കുക, അണ്ടർ വെയിറ്റ് ആക്കാനായിട്ട്. ബുലിമിയ വണ്ണം കൂടുതലാണ്, അത് കഴിഞ്ഞിട്ട് വൊമിറ്റ് അങ്ങനെയൊക്കെയാണ്. ദെൻ ബിഞ്ച് ഡിസോർഡർ, ഇടയ്ക്കിടയ്ക്ക് വല്ലതും കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അവോയ്ഡ് റെസ്ട്രിക്റ്റീവ് ഫുഡ് ഇൻടേക്കിംഗ്, ചില കാര്യങ്ങൾ കഴിക്കുക, ചില കാര്യങ്ങൾ കഴിക്കാതിരിക്കുക. ദെൻ എക്സ്റ്റേണൽ പ്രോബ്ലം, ഓപ്പോസിഷൻ ഡെഫിഷ്യൻറ്റ് ഡിസോർഡർ എന്ന് വെച്ചാൽ അനുസരണയില്ലാത്ത കുട്ടികൾ. അവർക്ക് കുറച്ച് വയലൻസ്, കോണ്ടക്ട് ഡിസോർഡർ കുറച്ച് വയലൻസും കൂടി ഉണ്ടാകും. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ഡിസോർഡർ, കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റാതെ വരിക, വളരെ തടങ്ങി ഒതുങ്ങി ഇരിക്കാൻ പറ്റാതെ വരിക, അറ്റൻഷൻ ഡെഫിസിറ്റ് ഡിസോർഡർ. ദെൻ സബ്സ്റ്റൻസ് യൂസ് ഡിസോർഡർ, ആഹാരം കഴിക്കാനായിട്ട് തെറ്റായ മരുന്നുകളൊക്കെ കഴിക്കുക, സബ്സ്റ്റൻസ് പൈറോണിയ, ഫയറുമായിട്ട് നമ്മൾ ചെയ്യുക. സബ്സ്റ്റൻസ് അബ്യൂസ് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും മരുന്നുകളൊക്കെ തെറ്റായി ഉപയോഗിക്കുക. ക്ലെപ്റ്റോമാനിയ, മോഷണം. ദെൻ ടെറൻസി,